ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1416 ദിവസം. ഇന്ന് മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ്. ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമുക്ക് ക്ലാസ് എടുക്കുവാനായി സൂം പ്ലാറ്റ്ഫോമിൽ എത്തുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നാഷണൽ ആയുഷ് മിഷൻ പ്രോഗ്രാം മാനേജരായ ഡോക്ടർ ഷൈജു KS ആണ്. ഡോക്ടർ എത്തിയിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഷൈജു KS ആണ്. ഡോക്ടറെ എനിക്ക് പരിചിതനായ വ്യക്തിത്വമാണ്. കല്ലുവാതുക്കൽ ഹോമിയോ ഡിസ്പെൻസറിക്ക് വേണ്ടിയിട്ട് ഡോക്ടർ വിളിക്കുന്ന പല മീറ്റിങ്ങുകളും പല കാര്യങ്ങൾക്കും വേണ്ടി ഡോക്ടറെ ആയിട്ട് പരിചയപ്പെടേണ്ടിയും പിന്നെ നമുക്ക് പല കാര്യങ്ങളും മീറ്റിങ്ങും മറ്റും എല്ലാം ഒപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഒരു വ്യക്തി നമുക്ക് ക്ലാസ് എടുക്കുവാനായി എത്തിയിട്ടുണ്ട്. ഡോക്ടറെ വളരെ ആദരപൂർവ്വവും സ്നേഹപൂർവ്വവും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടറുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളെക്കാൾ ഹോസ്പിറ്റലുകളെക്കാളും എല്ലാം വെല്ലുന്ന രീതിയിലുള്ള ഒരു മോഡലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഷൈജു ഡോക്ടറുടെയൊക്കെ പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. എങ്ങനെയൊക്കെയാണ് അത് സാധിക്കുന്നത് എന്ന് എല്ലാം ശൈല ഡോക്ടർ നെറ്റ് പോയെന്നുള്ള മഴയൊക്കെ ഇല്ലേ? ഡോക്ടർ തുടങ്ങിക്കോളൂ ഡോക്ടറെ. എത്രയും ബഹുമാനപ്പെട്ട ശൈല മാഡം, മനോജ് സർ, മറ്റുള്ള ഈ ഹോമിയോ ഫെറ്റേണിറ്റിയിലെ എല്ലാ ആദരണീയരായ ഡോക്ടേഴ്സിനും ഈ ഒരു സിസ്റ്റത്തിന്റെ വെൽവിഷേഴ്സിനും എല്ലാവർക്കും നമസ്കാരം. സാർ കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം. ഇപ്പൊ എനിക്ക് ശരിക്കും മനോജ് സാറ് 1.5 ആഴ്ചയായിട്ട് സാറിന്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. ഇങ്ങനെ നാഷണൽ ആയുഷ് മിഷനും ഹോമിയോപ്പതി ഫെറ്റേണിറ്റിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് കേരളത്തിലാകമാനം എന്ന് ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ അല്ലെങ്കിൽ ചെറിയൊരു അവയർനെസ് ക്രിയേഷൻ എന്നുള്ള രീതിയിലാണ് സാറ് ഈ ഒരു അവസരം ഞങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷന്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുന്നിൽ ഇത് എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് ഒന്ന് ഒരു ചെറിയൊരു ബ്രീഫായിട്ട് പറയാനുള്ള ഒരു സാഹചര്യം കിട്ടിയത്. മനോജ് സാറിനും ശൈല മാഡത്തിനും ഇതിന്റെ എല്ലാ കോർഡിനേറ്റേഴ്സിനും കൺവീനേഴ്സിനും ഞാൻ നന്ദി പറയുകയാണ്. നാഷണൽ ആയുഷ് മിഷനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും എന്നിരുന്നാൽ പോലും വളരെ കാലങ്ങളായിട്ട് 2014 മുതൽ തുടങ്ങിയെന്ന് പറയുന്ന നാഷണൽ ആയുഷ് മിഷൻ അതിന്റെ ഏറ്റവും നല്ലൊരു സർവീസ് ബൂമിലേക്ക് വന്നത് ഏതാണ്ട് 2021-22 കാലഘട്ടങ്ങളിലാണ്. 22 കാലഘട്ടം മുതലാണ് അതിന്റെ ഏറ്റവും നല്ലൊരു ബൂമിംഗ് ആയിട്ട് ഒരു സർവീസ് സെക്ടറിലോട്ട്. ശരിക്കും നമ്മൾ സാധാരണ പറയുമ്പോൾ ഒരു സംരംഭം അതിന്റെ വളർച്ചയെ പറയുമ്പോൾ നമ്മൾ നടന്നു കയറിയെന്നോ അല്ലെങ്കിൽ ഓടിക്കയറിയെന്നോ ഒക്കെ പറയുകയാണെങ്കിൽ നാഷണൽ ആയുഷ് മിഷന്റെ ആ ഒരു സർവീസ് സെക്ടറിൽ ഇന്നിപ്പം കേരളത്തില് സർവീസ് കൊടുക്കുന്ന ആ ഒരു സംരംഭത്തിനെ കുറിച്ച് നമ്മൾ ആ രീതിയിലൊന്ന് വർണ്ണിക്കുകയാണെങ്കിൽ നാഷണൽ ആയുഷ് മിഷൻ ശരിക്കും പറന്നിറങ്ങുകയായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം അത്രയും വലിയ ഒരു ലീപ്പാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. അതായത് അത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടൽ ഒരു ബഡ്ജറ്റ് നോക്കിക്കഴിഞ്ഞാല് 2021-22 27 കോടി അല്ലെങ്കിൽ 37 കോടിയിൽ ഇങ്ങനെ നിൽക്കുന്ന ആ നാഷണൽ ആയുഷ് മിഷൻ ഒറ്റയടിക്ക് തന്നെ 99 കോടിയിലേക്കും അടുത്ത് 171 കോടിയിലേക്കും അത് കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങൾ 350 കോടി എയിം ചെയ്യുന്നു. 250 കോടിയെങ്കിലും നമുക്കത് കിട്ടും എന്ന ഉറപ്പോടുകൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ രീതിയിൽ ഇരട്ടിയുടെ ഇരട്ടി 200 more പെർസെൻറ്റേജിൽ ശരിക്കും
വി ആർ ആക്ച്വലി ഫ്ലൈയിങ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് നാഷണലൈസേഷൻ പോകുന്നത്. അതിന്റെ ഏറ്റവും വലിയ കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ആയുഷ് ഡിപ്പാർട്ട്മെന്റിലുള്ള, പ്രത്യേകിച്ചും അതിന്റെ ഡിപ്പാർട്ട്മെന്റ്സ് തന്നെയാണ്. ISN ഡിപ്പാർട്ട്മെന്റും ഹോമിയോ ഡിപ്പാർട്ട്മെന്റും തന്നെയാണ് ഇതിന്റെ കാരണം. കാരണം ഇപ്പോ ചുവരില്ലാതെ നമുക്ക് പടം വരയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എത്ര കോടി ഇറക്കി എന്ന് പറഞ്ഞിട്ടോ, എന്തുമാത്രം സർവീസ് സെന്ററിൽ പുതിയ നമ്മള് എന്താ പറയാ പുതിയ പ്രോജക്ട്സുകളായിട്ട് വന്നു എന്ന് പറഞ്ഞിട്ടോ, ഇനി നമ്മൾ എന്തൊക്കെ ആണ് ചെയ്തെന്ന് പറഞ്ഞാലും അതിന്റെ ബെനിഫാക്ടേഴ്സ് വേണം. ബെനിഫാക്ടേഴ്സിൽ എത്താനുള്ളൊരു വഴി വേണം. ഇപ്പൊ നമ്മുടെ കയ്യിൽ കുറച്ച് കാശുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ ഏറ്റവും നീഡി ആയിട്ടുള്ള പബ്ലിക്കിലേക്ക് നമ്മുടെ സർവീസ് എത്തണമെങ്കിൽ അതിനൊരു മാധ്യമം വേണം, ഒരു മീഡിയം വേണം. അതാണ് നമ്മുടെ ഈ 2 ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത്, ISN ഡിപ്പാർട്ട്മെന്റും ഹോമിയോ ഡിപ്പാർട്ട്മെന്റും. അത്ര കണ്ട് ഡിപ്പാർട്ട്മെന്റ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടും ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഡിമാൻഡും നീഡും കൊണ്ടുവരുന്നതുകൊണ്ട്, അതിന്റെ സ്ട്രാറ്റജിക്കൽ ഫോർമുലാസ് കൊണ്ടുവരുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം വിജയിക്കാൻ സാധിക്കുന്നത്. വളരെയധികം പ്രോജക്ട്സ് നമ്മൾ ആദ്യമേ തുടങ്ങുമ്പോൾ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുമ്പോഴത്തേക്കും 3-4 സെക്ടറിലായിട്ടാണ് നമ്മുടെ ഈ പ്രധാനമായിട്ടും 3 സെക്ടറിലായിട്ടാണ് ഞങ്ങളുടെ സേവനങ്ങൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് വഴി ജനങ്ങളിലേക്ക് എത്തുന്നത്. അതിലൊന്ന് ഹ്യൂമൻ റിസോഴ്സ് HR. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഇപ്പൊ നമുക്ക് 34 ഹോമിയോപ്പതി ഹോസ്പിറ്റൽസ് ആണെന്ന് കേരളത്തിലുള്ളത്, സംസ്ഥാനം ഒട്ടാകെ. ഈ 34 ഹോമിയോ ഹോസ്പിറ്റൽസിൽ വഴിയും എന്തൊക്കെയാണ് സർവീസ് ഒരു ഇൻപേഷ്യന്റ് എന്നുള്ള നിലയ്ക്കും ഒരു തുടർ ചികിത്സ എന്നുള്ള നിലയ്ക്കും പേഷ്യൻസിലേക്ക് എത്താൻ പറ്റുന്നത് എന്ന് നമ്മൾ അപഗ്രഥിക്കുകയും അതിൻ്റെതായ HR കൂടുതൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സെക്ടറുണ്ട്. അതിനകത്ത് നമ്മൾ ഡോക്ടേഴ്സിനെ കൊടുക്കുന്നുണ്ട്, ഫാർമസിസ്റ്റിനെ കൊടുക്കുന്നുണ്ട്, മൾട്ടിപർപ്പസ് വർക്കേഴ്സിനെ കൊടുക്കുന്നുണ്ട്, നഴ്സസിനെ കൊടുക്കുന്നുണ്ട്, അറ്റൻഡേഴ്സിനെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ തലങ്ങളിലും ഉള്ള ഡേറ്റ എൻട്രി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ തലങ്ങളിലും അഡ്മിനിസ്ട്രേറ്റീവ് മുതൽ ക്ലിനിക്കൽസിന്റെ ഏറ്റവും താഴെക്കടയിലുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് വരെ, സപ്പോർട്ടിംഗ് സ്റ്റാഫ് മുതൽ നമുക്ക് എന്താ പറയാ ഡോക്ടേഴ്സ്, ക്ലിനിക്കൽ സ്റ്റാഫ് വരെ. അത് ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും മെഡിക്കൽ ഓഫീസേഴ്സിനെ കൊടുക്കുന്നുണ്ട്, PG മെഡിക്കൽ ഓഫീസേഴ്സിനെയും കൊടുക്കുന്നുണ്ട്, ആ സ്പെഷ്യലൈസേഷൻ വെച്ചിട്ട്. അപ്പം അതുവരെ ഞങ്ങൾ എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് കേരളത്തില് ഹോമിയോപ്പതി ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 264 എങ്ങാണ്ടോ ഹോമിയോ ഡോക്ടേഴ്സിനെയാണ് കേരളത്തിൽ ആകമാനം ഈ ഒരാഴ്ച കൊണ്ട് അപ്പോയിന്റ്മെന്റ് കിട്ടിയിരിക്കുന്നത്. കേരളത്തിൽ മൊത്തം ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏതാണ്ട് 10 പേരെയാണ് ഞങ്ങൾ ഹോമിയോ ഡോക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, ട്രിവാൻഡ്രം ജില്ലയിൽ മാത്രം ഈ ഒരാഴ്ച കാലഘട്ടത്തിൽ. അപ്പോ ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ് HR-ന്റെ ഭാഗത്ത്. അപ്പോൾ ഇതനുസരിച്ച് ഇനി ആനുപാതികമായിട്ട് നമ്മൾ ഡോക്ടേഴ്സിനെ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, ആനുപാതികമായിട്ട് ഹോമിയോ ഫാർമസിസ്റ്റിന്റെ ഇന്റർവ്യൂ 23-ാം തീയതി വിളിച്ചിട്ടുണ്ട്, മറ്റു പല ജില്ലകളിലും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മൾട്ടിപർപ്പസ് വർക്കേഴ്സിനെ വിളിച്ചിട്ടുണ്ട്, ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ 19-ാം തീയതി ഇന്റർവ്യൂ വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ നഴ്സസിന്റെ ഇത് കഴിഞ്ഞു, അപ്പോയിന്റ് ചെയ്യണം. അങ്ങനെ എല്ലാ ജില്ലകളിലും വളരെ ത്വരിതമായിട്ട് അതിന്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഉൾപ്പെടെ വലിയ ഒരു സംഖ്യയാണ്. കേൾക്കുന്നുണ്ടോ? ഹലോ മനേശ്വര കേൾക്കുന്നുണ്ടോ? ഹലോ കേട്ടായി കേൾക്കുന്നുണ്ടോ? എന്താ പറയാ സാർ, ഇടയ്ക്ക് പിന്നെ എല്ലാവരുടെയും ഒരു ധാരണ ഉണ്ട് DPM ഇപ്പൊ ഫ്രീ ആയിരിക്കും, അതുകൊണ്ട് ഇപ്പൊ വിളിച്ചു കളയാന്ന് പറഞ്ഞ് മിക്കവാറും കോൾസിന്റെ ബഹളവാ. കാരണം ഫ്രീ ആയിരിക്കുന്ന സമയത്ത് വിളിക്കാനായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ടാവും. അപ്പൊ എല്ലാരും ഈ സമയത്താണ് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ കുറച്ചൊരു ഇന്റർഫിറൻസ് ഉണ്ടാവും കേട്ടോ, സോറി. അപ്പോ ഇങ്ങനെ HR-ന്റെ പ്രൊവിഷൻ. അപ്പൊ ഈ HR-ന്റെ പ്രൊവിഷൻ നമ്മൾ കൊടുക്കുമ്പോൾ വെറുതെ നാം കൊടുക്കുന്നതല്ല, ഡിപ്പാർട്ട്മെന്റ് നീഡ്സ് ആണ്. ഓരോ മെഡിക്കൽ ഓഫീസേഴ്സും നമ്മുടെ മെഡിക്കൽ ഓഫീസേഴ്സ് ചാർട്ട് ചെയ്ത് ഇത്ര അധികം സർവീസ് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് കൊടുക്കാനുണ്ട്, അതുകൊണ്ട് നമ്മൾ ജനങ്ങൾക്ക് ഇത്ര അധികം സർവീസ് കൊടുക്കണം എന്ന് ഉള്ള ഡിമാൻഡാണ് ഇതിന് കാരണം എന്ന് പറയുന്നത്.
എന്നിട്ട് നമുക്കറിയാം കുറച്ച് കാലഘട്ടത്തിന് മുമ്പ് തന്നെ നമ്മുടെ ഹോമിയോപ്പതി ഹോസ്പിറ്റൽസ് IP-യിൽ വളരെ പിന്നിലാണ്. അതുകൊണ്ട് ഹോമിയോപ്പതി ഹോസ്പിറ്റൽസ് നമുക്ക് എങ്ങനെയാണ് അത് സർവീസ് സെക്ടറിൽ ഒരു ഇതായിട്ട് കൊണ്ടുവരണം എന്നുള്ള പിന്നെ എന്താ പറയാ, നമ്മുടെ ബ്യൂറോക്രസി ലെവലിലൊക്കെ ആലോചിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വളരെ ഇൻഫാക്ട് ഒരു സ്കെപ്റ്റിക്കലായിട്ട് തന്നെ ആലോചിച്ച ഒരു ഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളതെല്ലാം തരണം ചെയ്തു പോയി. എസ്പെഷ്യലി നമ്മൾ പ്രീ കോവിഡ് പോസ്റ്റ് കോവിഡ് ഏരിയ നോക്കുകയാണെങ്കിൽ, നിങ്ങളെല്ലാം ക്ലിനീഷ്യൻസ് ആണ്, നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയും. ഒരു പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിൽ ആയുഷ് ഡിപ്പാർട്ട്മെന്റിൽ മൊത്തം തന്നെ ബെനിഫിഷ്യറി ലെവൽ അല്ലെങ്കിൽ ഡിമാൻഡ് കൂടുന്നുണ്ട്, പ്രത്യേകിച്ചും കേരളത്തിൽ. ഇന്ത്യയിൽ മൊത്തത്തിൽ തന്നെ കൂടുന്നുണ്ട്, എന്നാൽ പോലും കേരളത്തിൽ ഭയങ്കരമായിട്ട് പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിൽ കൂടുന്നുണ്ട്. അതിന് പല കാരണങ്ങളാകാം, പല പല കാരണങ്ങളുണ്ടാവാം. എന്തൊക്കെയാണേലും നമുക്ക് ചുരുക്കത്തിൽ പറഞ്ഞാൽ പോസ്റ്റ് കോവിഡ് കാലഘട്ടം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഗോൾഡൻ ഇയറയാണ് നമ്മൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് ആയുഷ് സെക്ടറിൽ എല്ലാവരും. അപ്പം അതില് എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ ഹോമിയോപ്പതിയിൽ നമ്മുടെ കരുതലോടെ മുന്നോട്ട് ഇങ്ങനെയുള്ള പല പദ്ധതികളും വളരെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ആവിഷ്കരിച്ച ചില പദ്ധതികൾ. ഈ പദ്ധതികളെല്ലാം തന്നെ ശരിക്കും അതിന്റെ ലക്ഷ്യം കണ്ടു എന്നൊക്കെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. പിന്നെ അതിന്റെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നമുക്ക് ആൾറെഡി പിന്നെ വന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് കൂടുതൽ തന്നെ സയന്റിഫിക് ആയിട്ട് അറിയാൻ കഴിയും. എന്നാൽ അത് എല്ലാവരുടെയും, ഹോമിയോപ്പതി ഡോക്ടേഴ്സ്, ഹോമിയോപ്പതി സ്റ്റുഡൻസ്, ഹോമിയോപ്പതിയുടെ ആസ്പിറൻസ് മുതലായ എല്ലാ പേരുടെയും ഒരു സമഗ്രമായിട്ടുള്ള ഒരു ചലനം ഉണ്ടായി. അവരുടെയൊക്കെ ഒത്തൊരുമിച്ചുള്ള ഒരു കൂട്ടായ്മ ഉണ്ടായി എന്നുള്ളതാണ് കരുതലോടെ മുന്നോട്ടെന്ന് പറയുന്ന ആ സ്കീമൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ കണ്ടത്. കാരണം എന്ന് വെച്ചാൽ കരുതലോടെ മുന്നോട്ട് എന്ന് പറയുന്ന സ്കീമിൽ നമ്മുടെ സദേൺ കേരളയിൽ ട്രിവാൻഡ്രം കോൾ സെന്റർ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്, അതിന്റെ ചുമതല എനിക്കായിരുന്നു. ട്രിവാൻഡ്രം DPMSCയിലാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇടതടവില്ലാതെ വരുന്ന കോൾസ്, ഡൗട്ട് ആണേലും ശരിക്കും ഡൗട്ട് ഒന്നുള്ളതൊന്ന് എവിടെ അപ്രോച്ച് ചെയ്യണമെന്നുള്ളത്, അതിനേക്കാൾ കൂടുതൽ ക്രിറ്റിസിസംസ് ഉണ്ടായിട്ടുണ്ട്. സ്കെപ്റ്റിക് ആയിട്ടുള്ള ചില നോട്ട്സ് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലർ വന്ന് തല്ലുകൂടിയവരുണ്ട്. ശരിക്കും നാടൻ ഭാഷയിൽ പറഞ്ഞാല് ഒരു അൺപാർലമെന്ററി വേർഡ് ഉപയോഗിക്കുമെന്ന് തോന്നരുത്, ചിലരൊക്കെ നന്നായിട്ട് ചൊറിയുന്നുണ്ടായിരുന്നു. കാരണം ഈ ഡോക്ടേഴ്സിനെ 4 ഡോക്ടേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് 3 ഷിഫ്റ്റിലിരുന്ന് ചെയ്യാണ്, രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ. അപ്പം ചിലപ്പോഴൊക്കെ ഈ ജൂനിയർ ഡോക്ടേഴ്സ് ഒക്കെ വളരെ എന്താ പറയാ സെൻറ്റി ആകുന്ന അല്ലെങ്കിൽ ഇമോഷണലി അപ്സെറ്റ് ആകുന്ന ചില ഘട്ടങ്ങൾ വന്നിട്ടുണ്ട്. ആൾക്കാര് ആ രീതിയിലും കണ്ടു. പക്ഷെ വളരെ അപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് പറയാം, അത് പോസിറ്റീവായിട്ട് കാണാം. കാരണം നമുക്ക് ജനങ്ങളെ കൺവിൻസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണത്. ജനം നെഗറ്റീവ് പറഞ്ഞാലേ അതിന്റെ പോസിറ്റീവ് സൈഡ് കൺവിൻസ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അല്ല, ജനം പോസിറ്റീവ് പറഞ്ഞാൽ കേട്ടിരുന്ന് താങ്ക്സ് പറയാനേ പറ്റത്തുള്ളൂ. മറ്റത് അങ്ങനെയല്ല. അവര് നെഗറ്റീവ് പറയുമ്പോഴാണ് നമുക്ക് കുറച്ച് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു അറിവും എടുത്ത് നല്ല ഭംഗിയായിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റുക. സോ ടേക്ക് ദിസ് ആസ് എ ചാൻസ്. ഇതൊരു ചാൻസ് ആയിട്ട് എടുത്തിട്ട്, ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ അത് കൂടുതൽ കരുത്തോടെ ജനങ്ങളെ പബ്ലിക്കിനെ പ്രൊവോക്ക് ചെയ്യാതെ കൺവിൻസ് ചെയ്യണം. അവർ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കും. കാരണം വൺ തിങ് ദേ വാണ്ട് ടു, എന്താ പറയാ, ഒരു പുൾ ബാക്ക് ചെയ്യാനുള്ളൊരു ഇതാണ്, അവര് താഴോട്ട് വലിക്കാനുള്ളൊരു ഇതാണ്. രണ്ടാമത് നമ്മുടെ കോൺഫിഡൻസിനെ കളയാനും കൂടെ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെയല്ല, നമ്മൾ കോൺഫിഡന്റ് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള, അപ്പൊ ആ ഒരു രീതിയിൽ ഇത്രയും കോൾസ് വന്നപ്പോ ആണ് ശരിക്കും ഇതിന്റെ ജനം എത്ര കണ്ട് അതിനെ ഏറ്റെടുത്തു എന്നും എത്ര കണ്ടത് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നും മനസ്സിലായി. എന്തായാലും അതോടെ നിൽക്കട്ടെ. അപ്പം ഇങ്ങനെയുള്ള പ്രോജക്ട്സുകൾ ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു ഇതാണ് നാഷണൽ ആയുഷ് മിഷൻ. അപ്പോൾ ഈ HR വഴിയിട്ട് അപ്പൊ നമ്മുടെ മെഡിക്കൽ ഓഫീസേഴ്സ് എത്രത്തോളം ഡിമാൻഡ് തരുന്നു അത്ര വെച്ച് നമ്മള് പിന്നെ നമ്മുടെ HR പ്രൊവൈഡ് ചെയ്യാന്നുള്ള ഒരു രീതിയിലേക്ക് എത്തി. ഞങ്ങൾ ആൾമോസ്റ്റ് ഈ നിമിഷത്തിൽ പറയാൻ വളരെ ചാരിതാർത്ഥ്യത്തോടെ, വളരെ സാറ്റിസ്ഫാക്ഷനോടെ ഞങ്ങൾക്ക് നാമിന്റെ ഭാഗത്തു നിന്ന് പറയാൻ പറ്റും, വി ഹാവ് അച്ചീവ്ഡ് ദ ടാർഗറ്റ്. ഞങ്ങൾ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് ഒരു സെക്ടർ, നമ്മളെ HR. ഇത് എല്ലാ ഹോസ്പിറ്റൽസിലും വരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലെക്സിബിൾ പ്രോജക്ട്സ്. ഈ ഫ്ലെക്സിബിൾ പ്രോജക്ട്സ് മാത്രം, HR-ഉം ഫ്ലെക്സിബിൾ പ്രോജക്ട്സ് മാത്രമായിരുന്നു നമ്മൾക്ക് മുൻകാലത്തിലെ നാമിന്റെ ഒരു സർവീസ് പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫ്ലെക്സിബിൾ പ്രോജക്ട്സ് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോജക്റ്റുകളുണ്ട്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോജക്റ്റുകൾക്ക് നമ്മൾ ആൾക്കാരെ പ്രൊവൈഡ് ചെയ്ത് അതിനുള്ളൊരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്ത്, സോറി കേട്ടോ ഇവിടെ കറണ്ട് പോയി. അപ്പോ ആൾക്കാരെ പ്രൊവൈഡ് ചെയ്ത് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തിട്ട്
ആ സപ്പോർട്ടിന്റെ മേളിൽ നമ്മൾ അതിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോജക്ട്സിൽ ഒപ്പം ഈക്വലി ഷോൾഡർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോഴും നമ്മൾ ഫ്ലെക്സിബിൾ പ്രോജക്ട്സിൽ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പൊ ഫ്ലെക്സിബിൾ പ്രോജക്ട്സിൽ നമുക്ക് വരുന്നത് സീതാലയം വരുന്നുണ്ട്, ദെൻ ജനനി വരുന്നുണ്ട്, ആയുഷ്മാൻ ഭവ വരുന്നുണ്ട്, സദ്ഗമയ വരുന്നുണ്ട്. ഈ പ്രോജക്ട്സുകളെല്ലാം തന്നെ നമുക്ക് ഈ ഫ്ലെക്സിബിൾ പ്രോജക്ട്സ് വരുന്ന അതാണ് ഡിപ്പാർട്ട്മെന്റ് പ്രോജക്ട്സുമായിട്ട് ചേർന്ന് എന്താ പറയാ അലൈഡ് ആയിട്ട് പോകുന്ന പ്രോജക്ട്സുകളാണ്. അപ്പൊ അതിന് വേണ്ടുന്ന HR പ്രൊവിഷൻ, അതിന് വേണ്ടുന്ന മറ്റേ ഡാറ്റ ബേസുകൾ, ശരിക്കും അത് മാത്രമല്ല നാം ഇന്നിപ്പോ ഈ ഒരു 6 മാസക്കാലം കൊണ്ട് നാം പ്രോജക്ട് കോർഡിനേറ്റേഴ്സ് വെച്ചിട്ട് ഓരോ ജില്ലയിലും നടക്കുന്ന ഇൻസിഡൻസ്, ഡിസീസ് ഇൻസിഡൻസിനെയൊക്കെ പഠിച്ചിട്ട് അതിന്റെ റിസർച്ച് പേപ്പേഴ്സ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതിയും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഇതൊന്നുമല്ലാതെ നാഷണൽ ആയുഷ് മിഷന്റേതായിട്ടുള്ള തന്നെ ഞാൻ പറഞ്ഞു ഇത്ര കുറച്ച് ഫ്ലെക്സിബിൾ ഉള്ള കുറെ പ്രോജക്ട്സുകളൊക്കെ ഡിപ്പാർട്ട്മെന്റ് പ്രോജക്ട്സിനെ കൂടെ നമ്മൾ ആക്സലറേറ്റ് ചെയ്ത് ഓഗ്മെന്റ് ചെയ്ത് പോകുന്ന ഒരു ഇതാണെങ്കിൽ നാമിൻ്റെതായ തനത് പ്രോജക്റ്റും ഇതിനകത്തുണ്ട്. അതൊന്ന് അലർജി ആസ്മ പ്രോജക്റ്റ്, ഇന്നൊന്ന് തൈറോയ്ഡ് പ്രോജക്റ്റ്. ഇപ്പൊ തൈറോയ്ഡ് ക്ലിനിക്ക്, സ്പെഷ്യൽ ക്ലിനിക്ക്, ഇതും എല്ലാ ജില്ലകളിലും ഓരോന്ന് വെച്ചുകൊണ്ട് ഇനി അതിനെ കൂട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ഒരു സെക്ടർ, ഫ്ലെക്സിബിൾ പ്രോജക്ട്സ്. ഇതെല്ലാം തന്നെ കേരളത്തിൻ്റെതായ, ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നാഷണൽ ആയുഷ് മിഷനിൽ ഉണ്ടെങ്കിലും കേരളത്തിന്റെ സംസ്ഥാനത്തിൻ്റെതായ പ്രോജക്ട്സുകളാണ്. ഇനി നമുക്ക് അല്ലാതെ നാഷണൽ പ്രോഗ്രാംസും നമുക്ക് ഹോമിയോപ്പതി വഴി നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതിപ്പം ചെയ്തു വരുന്നുണ്ട്. കുറച്ചുകൂടെ ആദ്യം എല്ലാ ജില്ലകളിലും ഓരോന്നായിരുന്നു. ഇപ്പൊ അതിന് കൂടുതൽ പേരിലേക്ക് എത്തിക്കാനായിട്ട് കൂടുതൽ HR-ഉം കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതിലൊന്ന് പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാംസ്, മൊത്തത്തില് മൂന്നാമത്തെ സെക്ടർ. ഈ പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാംസിനകത്ത് പ്രധാനമായിട്ടും വരുന്നതെന്ന് പറഞ്ഞാൽ നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആൻഡ് മസ്കുലോസ്കെലറ്റൽ ഡിസോർഡേഴ്സ്. അപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെയും മസ്കുലോസ്കെലറ്റൽ ഡിസോർഡേഴ്സിന്റെയും പ്രിവെൻഷനും ക്യൂറേഷനും അതിന്റെ മാനേജ്മെന്റും രണ്ട് സൈഡും, പ്രൈമറി പ്രിവെൻഷനും സെക്കൻഡറി പ്രിവെൻഷനും ടെറിഷറിയിലും വരെ എത്തി നിൽക്കുന്ന രീതിയിലുള്ള 3 ഏരിയയും കവർ ചെയ്തുകൊണ്ട് അത് ആദ്യം ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്ന രീതിയിൽ എല്ലാ ജില്ലകളിലും ഓരോന്നും, അത് വളരെ സക്സസ്ഫുൾ ആണെന്ന് കണ്ടതുകൊണ്ടും അതിന്റെ ഡിമാൻഡ് കൂടുന്നത് കൊണ്ടും നമ്മൾ 2-3 സ്ഥലങ്ങളിലേക്ക് ഈ പ്രോജക്റ്റിനെ വ്യാപിപ്പിക്കുന്നുണ്ട്, സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുള്ള മെഡിക്കൽ ഓഫീസേഴ്സിനൊക്കെ ഞങ്ങളിപ്പോ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാകും, അതിന്റെ കൂടെ ഒരു മൾട്ടിപർപ്പസ് വർക്കർ ഉണ്ടാകും. അപ്പൊ ഈ രീതിയിലാണ് ഈ നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ മാനേജ്മെന്റ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആൻഡ് അതർ മസ്കുലോസ്കെലറ്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഈ പ്രോജക്റ്റ് പോകുന്നത്. അതോടൊപ്പം കാരുണ്യ ആയുഷ് പാലിയേറ്റീവ് സർവീസ്, നമുക്ക് നേരത്തെ തന്നെ നാഷണൽ ആയുഷ് മിഷന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു, പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നിട്ട്, സ്നേഹധാര എന്ന് പറഞ്ഞിട്ട് ഒരു പാലിയേറ്റീവ് കെയർ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ആ പാലിയേറ്റീവ് കെയർ പ്രോജക്റ്റ് ആയുർവേദത്തിലായിരുന്നു. അത് ഹോമിയോപ്പതിയിലും കൂടെ നമ്മൾ ഈ സ്പോട്ട് ഹോസ്പിറ്റൽ, ഇങ്ങനെയുള്ള പല ഹോസ്പിറ്റലുകളിലും നമ്മൾ എല്ലാ ജില്ലകളിലും ഓരോന്ന് വെച്ചിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. വളരെ ഒരു എന്താ പറയാ, ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് നമുക്ക് കിട്ടിയത്. വളരെ വളരെ പോസിറ്റീവ് എന്ന് വെച്ചാൽ മെനി ഫോൾസ് പോസിറ്റീവ് എന്ന് നമുക്ക് പറയാം. അത്രയും പോസിറ്റീവ് ആയിട്ട് റിസൾട്ട് നമുക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാരുണ്യ പ്രോജക്റ്റിനെ കുറച്ച് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത്, കരകുളം, അങ്ങനെ 1-2 സ്ഥലങ്ങളിലേക്ക്, എല്ലാ ജില്ലകളിലും, ചില ജില്ലകളിലൊക്കെ 3 സ്ഥലങ്ങളിൽ വരെ നമ്മൾ ഈ കാരുണ്യ പ്രോജക്റ്റിനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതിന് കാരുണ്യ പ്രോജക്റ്റ് കൊണ്ടുപോകുന്നതോടൊപ്പം കാരുണ്യ പ്രോജക്റ്റിനുള്ള മൊബിലിറ്റി, കാരണം ഓരോ സ്ഥലങ്ങളിൽ എത്തിച്ചേരണം. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയിരുന്നു മൊബിലിറ്റി. അപ്പം മൊബിലിറ്റിക്ക് ഒരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുള്ള എല്ലാ സന്നാഹങ്ങളും നമ്മൾ കൊണ്ടുവരികയാണ്. അതിനൊരു മൾട്ടിപർപ്പസ് വർക്കറും ഒക്കെ അതിന്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫിനെ എല്ലാം നിയമിച്ചുകൊണ്ട് അങ്ങനെ കാരുണ്യ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് അറ്റ് ദെയർ ഡോർ സ്റ്റെപ്പ്, നീഡി ആയിട്ടുള്ള പബ്ലിക്കിന്റെ ഡോർ സ്റ്റെപ്പിൽ നമ്മൾ എത്തി നമ്മുടെ സർവീസ് കൊടുക്കുന്ന രീതിയിലാണ് കാരുണ്യ പ്രോജക്റ്റ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ഈ കാരുണ്യ പ്രോജക്റ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളുടെ കേരളത്തിന്റെ ഏറ്റവും നല്ല ഒരു, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യാതിരിക്കാൻ എനിക്ക് വയ്യ. നമ്മുടെ കാരുണ്യയുടെ സ്നേഹധാര എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഒരു OP ലെവലിൽ തന്നെ ഇടുക്കിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആക്ച്വലി ആയുർവേദ ഡിപ്പാർട്ട്മെന്റിന്റെ ഇതിലാണെന്ന് മാത്രം. അവിടുന്ന് ഛത്തീസ്ഗറിന്ന് 15ഓളം പേര്
അതിന്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ആൾമോസ്റ്റ് 2-2.5 ആഴ്ചയോളം ഇടുക്കിയിലായിരുന്നു. നമ്മുടെ അത് കേരളം എല്ലാത്തിനും ഒരു മാതൃകയാവുന്നു എന്നുള്ളതിന്റെ ഒരു സൂചകം കൂടെയാണ് ഹെൽത്ത് സെക്ടറിൽ. അപ്പൊ അവര് ഇവിടെ നിന്ന് വന്ന് അത് പഠിച്ചിട്ട് നമ്മുടെ ഈസ്ഫോർട്ട് ഹോസ്പിറ്റലൊക്കെ വിസിറ്റ് ചെയ്ത് ഹോമിയോപ്പതിയിൽ എങ്ങനെ സാധ്യമാവും എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചിട്ടാണ് പോയത്. കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുമ്പ് നാഷണൽ ആയുഷ് മിഷന്റെ വേറൊരു ടീം ഡൽഹിയിൽ നിന്ന് വന്നിരുന്നു. നമ്മുടെ കാരുണ്യ പ്രോജക്ട് ഈസ്ഫോർട്ടിന്റെ അവിടെ ഒക്കെ പഠിച്ച് എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നു എന്നുള്ളതിനെ പഠിച്ചു പോയി. ഇതെല്ലാം ഇപ്പൊ അതായത് ചുരുക്കി പറഞ്ഞാല് നേരത്തെ വന്ന് കണ്ട് പഠിച്ചു പോയി എന്നുള്ളത് ഇപ്പം കേരളം എന്ന് പറയുന്നത് പല പ്രോജക്റ്റുകൾക്കും നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ ഒരു ട്രെയിനിങ് ഹബ്ബും കൂടെ ആയിട്ട് മാറുകയാണ്. ഇപ്പൊ ഛത്തീസ്ഗഡ് എന്ന് വരുന്ന ആൾക്കാര് ഇപ്പൊ 15 പേരെന്ന് വെച്ചാൽ വെറുതെ വന്നതല്ല. ഈ 15 പേരും കേരള ഗവൺമെന്റിലേക്ക് നല്ലൊരു എമൗണ്ട്, എത്രയോ ലക്ഷം ഫീസ് കൊടുത്തിട്ടാണ് വന്ന് പഠിച്ചതെന്നും കൂടെ നമ്മൾ ആലോചിക്കണം. ദ പെയ്ഡ് ദ ഫീസ്. ഇപ്പൊ ഗവൺമെന്റ് ഒരു പർട്ടിക്കുലർ ഫീസും കൂടെ കൊടുത്തിട്ടാണ് ഇവിടെ വന്ന് ഇത് പഠിച്ചിട്ട് പോകുന്നത്. അത്ര കണ്ട് നമ്മളുടെ മോഡൽസ് നാഷണൽ ലെവലിൽ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ വയ്യാത്തൊരു ഇതാണ്. ഇതിപ്പം അതേപോലെ തന്നെ ആയുഷ് എന്താ ട്രൈബൽ യൂണിറ്റ്സ് എല്ലായിടത്തും തന്നെ ട്രൈബൽ യൂണിറ്റ്സ് ഉണ്ട്. പലയിടത്തും തന്നെ പാലക്കാട് ജില്ല, വയനാട് ജില്ല, കണ്ണൂർ, ഇങ്ങനെ ചില ജില്ലകളിൽ നമ്മളൊരു പൈലറ്റ് പ്രോജക്ട്സ് നടത്തി. അതിനകത്ത് ആയുർവേദ ഉണ്ടായിരുന്നു, ഹോമിയോ ഉണ്ടായിരുന്നു, സിദ്ധ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം തന്നെ ഈ 3 സിസ്റ്റവും തന്നെ വളരെ നന്നായിട്ട് അത് ചെയ്യുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് ഇപ്രാവശ്യം അതിന് എല്ലാ ജില്ലകളിലും ആക്കി 1ഉം 2ഉം സ്ഥലങ്ങളിലേക്ക്, ഈ ജില്ലകളിലേക്ക് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ നമ്മൾ അല്ലെങ്കിൽ ട്രൈബൽ യൂണിറ്റ്സുകളിൽ, ട്രൈബൽ ഊരുകളിൽ പോയി അവിടെ പോയി നമ്മൾ ചെയ്യാനായിട്ടുള്ള വണ്ടിയും മൊബിലിറ്റി സപ്പോർട്ടും മെഡിസിനും ഉൾപ്പെടെ ഞങ്ങൾ സജ്ജമാക്കുന്നു. അങ്ങനെ അത് എല്ലാ സിസ്റ്റത്തിനും വന്ന പോലെ തന്നെ ഹോമിയോപ്പതിക്കും അത് വന്നു. അത് വളരെ വളരെ ഹോമിയോ കെയർ കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം ഇഗെയിൻ നമ്മൾ പേഷ്യന്റിന് അടുത്തേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. നമ്മളുടെ അടുത്തേക്ക് പേഷ്യന്റ് വരുന്നത് മാത്രം ശടിക്കാതെ നമ്മൾ പേഷ്യന്റ് അടുത്തേക്ക് എത്തിച്ചേരാനുള്ള ആ ഒരു ആ ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടായിക്കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ്. അതേപോലെ ഇനിയൊരു കാര്യമാണ് ആയുർവിദ്യ പ്രോജക്റ്റ്. ഇപ്പൊ ആയുർവിദ്യ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അത് സ്കൂളുകളിലും കോളേജുകളിലും നമുക്കിന്ന് ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്താണ്? ആയുഷ് സെക്ടറിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ആയുഷ് സെക്ടർ ജനങ്ങളിലേക്ക് എത്തുന്നു, ധാരാളം ബെനിഫിഷ്യറീസ് ഉണ്ട്, ഒത്തിരി പേര് ഇത് ഇതിന്റെ നല്ല ഗുണങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ബെനിഫിറ്റ്സ് ഒത്തിരി പേര് എൻജോയ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ നമ്മളുടെ എല്ലാം ഒരു ഇഷ്യൂ ഇതൊരു പബ്ലിക് മീഡിയത്തിൽ എത്തുന്നില്ല, അടുത്ത ജനറേഷനിലോട്ട് എത്തുന്നില്ല, ആൾക്കാരിലേക്ക് ഇതിന്റെ ഒരു പിന്നെ ഒരു ടോക്ക് ഓഫ് ദ ടൗൺ ആവണം ഇതെല്ലാം തന്നെ. അങ്ങനെ ഒരു ടോക്ക് ഓഫ് ദ ടൗൺ ആവുമ്പോഴാണ് കൂടുതൽ പേര് ഇതിനകത്തോട്ട് ആകർഷിക്കപ്പെടുക എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നാഷണൽ ആയുഷ് മിഷൻ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഈ ആയുർവിദ്യ പ്രോജക്റ്റ്. അപ്പൊ ആയുർവേദ പ്രോജക്റ്റിൽ ചിലപ്പം എല്ലാ ജില്ലയിലും 2-3 ഡോക്ടേഴ്സിനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ സജ്ജരാക്കിയിട്ടുണ്ട്. അവരുടെ ട്രെയിനിങ് ഒക്കെ ഇനി നടക്കേണ്ടതുണ്ട്. ഇപ്പൊ അപ്പോയിന്റ്മെന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ആയുർവേദ പ്രോജക്റ്റിൽ ഇവരെ എടുത്തിട്ട് നമ്മൾ സ്കൂൾസ്, കോളേജസ്, അല്ലെങ്കിൽ പബ്ലിക് ഗ്യാതറിങ്സ്, അല്ലെങ്കിൽ ക്യാമ്പ്സ് കണ്ടക്ട് ചെയ്യുക. ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് ആയുഷ് സിസ്റ്റത്തിനെ കുറിച്ച്, ഓരോ സിസ്റ്റത്തിനെ കുറിച്ചും എന്താണ് ഈ സിസ്റ്റം എന്നുള്ളതിനെ കുറിച്ച് ജനങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ സ്റ്റുഡൻസിനോ, അല്ലെങ്കിൽ ഫ്യൂച്ചർ നാളത്തെ സിറ്റിസൺസിന് ഇതൊരു അവയർനെസ് ക്രിയേഷൻ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനുള്ള മൊബിലിറ്റി സപ്പോർട്ടും എല്ലാം തന്നെ നാഷണൽ ആയുഷ് മിഷൻ കൊടുക്കുന്നുണ്ട്, എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ഈ മൊബിലിറ്റി സപ്പോർട്ടായി ഇതായി. അതേപോലെ നമ്മളുടെ ഇന്റഗ്രേറ്റഡ് ആയുഷ് മെഡിക്കൽ യൂണിറ്റ് IAMU, ഇന്റഗ്രേറ്റഡ് ആയുഷ് മെഡിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൂരയ്ക്ക് താഴെ തന്നെ ആയുഷിന്റെ എല്ലാ സിസ്റ്റമും കോർത്തിണക്കി അതിന്റെ സർവീസ് കൊടുക്കുക എന്നുള്ളതാണ്. അതും എല്ലാ ജില്ലയിലും ഓരോ ഹബ്ബ് വെച്ച് അതുണ്ട്. നമുക്ക് തിരുവനന്തപുരത്ത് എന്താ പറയാ നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ്, ഒരു റിമോട്ട് ആയിട്ടുള്ള സ്ഥലത്താണ്. പക്ഷേ അവിടുത്തെ ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 3 മാസം കൊണ്ട് 1000 ന്യൂ കേസസ് അവിടെ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ റിപ്പീറ്റഡ് കേസസ് അല്ല, അതാണെങ്കിലും അതിലൊക്കെ കഴിഞ്ഞുപോയി. 3 മാസം കൊണ്ടാണ്, ആദ്യത്തെ 3 മാസം കൊണ്ട് more than 1000
ഞങ്ങൾക്ക് കേസസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റി. അപ്പൊ അത്ര അധികം പേര് ന്യൂ ആയിട്ട് വന്ന് ഇത് ചെയ്യുന്നു. ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹോമിയോ ഡോക്ടേഴ്സിനോ മറ്റുള്ള സിസ്റ്റത്തിലെ ഡോക്ടേഴ്സിനോ ഒരു ദിവസം പോലും അവധി എടുക്കാൻ പറ്റാത്തൊരു ഒരു സ്ഥിതിഗതിയാണ് വന്നത്. ഇന്നിപ്പം ഒരു ഡോക്ടർ അവധിയായിരുന്നു, കുറെ കംപ്ലൈന്റ്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഡോക്ടർ അവിടെ ചെന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഒറ്റ ദിവസം ലീവ് എടുത്തതിന്റെ ഒരു മാറ്ററാണ്. അപ്പൊ ആ ഒരു രീതിയിൽ അത്ര അധികം ഡിമാൻഡ്. നിങ്ങൾ ആ സ്ഥലം പോയി നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അടുത്തെങ്ങും ഒരു ഒറ്റ വീടില്ല ഒരു 3-4 കിലോമീറ്റർ ഏരിയയിൽ എന്ന് പറയുന്ന കണക്ക് ഒരു റിമോട്ട് ഏരിയയാണ്. നമ്മുടെ എന്താ പറയാ ISROയുടെ യൂണിറ്റിന്റെ ഒക്കെ അടുത്തായിട്ടാണ്. ആ ഏരിയയിൽ ISROയിൽ നിന്ന് തന്നെ ധാരാളം പേര് ഞങ്ങളുടെ ബെനിഫിഷ്യറീസ് ആയിട്ട് അവിടെ എത്തുന്നുണ്ട്. അപ്പം അവിടെയുള്ള ഓരോ ഫംഗ്ഷൻസിനും ഞങ്ങളുടെ ഡോക്ടേഴ്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അത്ര കണ്ട് അക്സെപ്റ്റബിൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹോമിയോപ്പതിയൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ അതനുസരിച്ച് നാമിന് അത് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വാരിക്കോരി റിസോഴ്സസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനെ നമ്മുടെ പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാംസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിന് പുറമെ ഇതെല്ലാം നമ്മൾ സർവീസ് പ്രൊവൈഡിങ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇനി ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു ക്യാൻവാസ് ഉണ്ടാക്കണം. സോ വി നീഡ് ടു ഹാവ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പം ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും നാമിന്റെ ഒരു മെയിൻ തീമായിട്ട് തന്നെ ഞങ്ങൾ എടുത്തിരിക്കുകയാണ്. അപ്പം ഓരോ ഹോസ്പിറ്റൽസും അല്ലെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡിസ്പെൻസറി എടുത്തിട്ട് ഓരോ ജില്ലയിലും ഓരോ വർഷവും 3-4 സ്ഥാപനങ്ങളെ നമ്മൾ പല ഗഡുക്കളായിട്ട് അല്ലെങ്കിൽ പല രീതിയിലുള്ള തോതിലുള്ള എമൗണ്ട് കൊടുത്തുകൊണ്ട് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, കാരണം നല്ല സർവീസ് പ്രൊവൈഡിങ് ആയിട്ടുള്ള സെന്റർ ആയിരിക്കും, പക്ഷെ ഒരു പ്രൈമറി വെയിറ്റിംഗ് ഏരിയ അവിടെ കാണത്തില്ല. കുറച്ച് ആൾക്കാർ കൂടി വന്നാൽ ഇരിക്കാനുള്ള സ്ഥലം കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളിടത്തൊക്കെ നമ്മൾ എന്ന് പറയുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പല രീതിയിലും ഇതിനുള്ള എന്താ പറയാ സ്ട്രക്ചറൽ ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, സിവിൽ സ്ട്രക്ചർ ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതിപ്പം ഡിസ്പെൻസറീസിന് 30 ലക്ഷവും ഹോസ്പിറ്റൽസിന് 1 കോടി മുതൽ 2-3 കോടി വരെയും 17, 15, 16 കോടി വരെയും ഒക്കെ കൊടുത്തിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട് മൊത്തത്തിൽ ആയുഷില്. ഓക്കെ, സോ ഇപ്പോ നമ്മള് ട്രിവാൻഡ്രം ജില്ലയെ പറ്റി പറയുകയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് ഈസ്ഫോർട്ട് നമ്മളിപ്പോ 1 കോടി അനുവദിച്ചു. അല്ലാതെ നമ്മള് കൊല്ലത്ത് പറയുകയാണെങ്കിൽ തേവള്ളി ഹോസ്പിറ്റലിന് 1 കോടി അനുവദിച്ചു. ഇങ്ങനെ അതേപോലെ പല ഡിസ്പെൻസറീസിലും നമ്മൾ അതിനുള്ള 30 ലക്ഷം വെച്ച് കൊടുത്തിട്ട് അതിനെ ഇൻഫ്രാസ്ട്രക്ചറൽ അപ്ഗ്രഡേഷനും കൂടെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാത്തിനും പുറമെ നാഷണൽ ആയുഷ് മിഷന്റെ വേറൊരു തീമാണ് അത്. നാഷണൽ ആയുഷ് മിഷന്റെ ഇതെല്ലാം നാഷണൽ ആയുഷ് മിഷന്റെ ഓൺ പ്രോഡക്ട്സ് ആണെങ്കിൽ ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന സ്കീമിന്റെ കീഴിലുള്ള നാഷണൽ ആയുഷ് മിഷൻ നർച്ചർ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ ആൾമോസ്റ്റ് ഹോമിയോ, ആയുർവേദം, സിദ്ധ, യുനാനി, നാച്ചുറോപ്പതി എല്ലാ തലങ്ങളിലും നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള ഡിസ്പെൻസറീസിനെ എടുത്ത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അതുവഴിയിട്ട് ജനങ്ങളിൽ കൂടുതൽ സർവീസ് കൊടുക്കുകയാണ്. ഓരോ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സും നമുക്ക് അവിടെ യോഗ ഇൻസ്ട്രക്ടർ ഉണ്ടാകും. അത് ഹോമിയോ എന്നോ ആയുർവേദം എന്നോ യുനാനി എന്നോ നാച്ചുറോപ്പതി ഒന്നും ഇല്ലാതെ എല്ലായിടത്തും ഒരേപോലുള്ള ഒരു പാറ്റേൺ ഒരു യോഗ ഇൻസ്ട്രക്ടർ ഉണ്ടാകും. അലോപ്പതി നഴ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗോ BSc നഴ്സിംഗോ ANM നഴ്സിംഗോ കഴിഞ്ഞ ഒരു മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കർ ഉണ്ടാകും. ഇവർ രണ്ടുപേരെയും നമ്മൾ നാമ് കൊടുത്തുകൊണ്ട് ഇവരുടെ ആ മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കേഴ്സ് ഡേറ്റ കളക്ഷനും ഡേറ്റ ഡിസമിനേഷനും ലൈസനിങ് ഓഫീസറും ക്യാമ്പ് നടത്താനായിട്ട് അവയർനെസ് ക്യാമ്പ്സ് നടത്താനായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ യോഗ ഇൻസ്ട്രക്ടർ ആ സ്ഥാപനത്തിലും അതിന്റെ ചുറ്റുപാടുമുള്ള ജനങ്ങൾക്ക് മൊത്തം യോഗ അഭ്യസിപ്പിച്ചുകൊണ്ട് അവർ പ്രിവെന്റീവ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു തെറാപ്പറ്റിക് യോഗയൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തില് ഏതൊരു ഒരു എപ്പിഡമിക് ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായാലും ഒരു ഡിസീസ് ഔട്ട് ബ്രേക്ക് ഉണ്ടായാലും അത് നമ്മളും ടൈംലി അറിയണം. പലപ്പോഴും പറ്റുന്നത് വെച്ചാൽ ഇതിന്റെ എല്ലാ കാര്യവും കഴിഞ്ഞേച്ച് ആയിരിക്കും നമ്മൾ അവിടെ എത്തുന്നത്. നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന്റെ ആയിരിക്കും, ഒരു ഇൻഫർമേഷൻ നമ്മൾ എത്താനായിട്ടുള്ള ഒരു ഡിലേ ആയിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു എത്തുമ്പോഴത്തേക്കും ആട് കിടന്നിടത്ത് കൂടെ പോലും ഇല്ല എന്ന് പറയുന്ന കണക്കുള്ളൊരു സംവിധാനമാണ് ഈ കാലം അത്രയും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഏതൊരു കാര്യം വരുന്നാലും ആയുഷ് സെക്ടറിനെ പിന്നോക്കം തള്ളുന്നു. പിന്നെ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് എല്ലാ കാര്യവും കഴിയുന്നു. ആ എല്ലാ കാര്യം കഴിഞ്ഞ് നിങ്ങൾ ഇനി പൊടിയും തട്ടി തിരിച്ചു പോക്കോ എന്ന്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ സൊസൈറ്റിയുടെ ഏതൊരു കോർണറിലും എന്ത് സംഭവിക്കുന്നു, ഈവൻ അറ്റ് ഫാമിലി ലെവൽ,
അറ്റ് ദ ഫാമിലി ലെവൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഹു ഈസ് ഇൽ, ഹു ഈസ് ബെറ്റർ ആൻഡ് വൈ ദേ ആർ ഇൽ എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കാനും നമുക്ക് അറ്റ് ദ സെയിം ടൈം ഇൻഫർമേഷൻ കിട്ടാനും വേണ്ടിയിട്ടും ആയുഷിനെ കുറിച്ച് സമൂഹത്തിൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുകയും അവര് വഴി ആൾക്കാരെ ഇങ്ങോട്ട് റെഫർ ചെയ്യാനും ആയിട്ട് നമ്മൾ ആശാസിനെ ഓരോ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലും 5 വീതം ആശാസിനെ അവരുടെ വർക്കിനനുസരിച്ചുള്ള ഇൻസെന്റീവ് കൊടുത്തുകൊണ്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതിന് ആയുഷിന്റെ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞു. അവര് ഇപ്പൊ ദേ ആർ ഓൺ ഫുഡ് നൗ. അപ്പൊ അവർക്ക് വരുന്നതെന്ന് വെച്ചാൽ 2 ഇതാണ്, ഒരു ഇൻവേർഡ് കമ്മ്യൂണിക്കേഷൻ, ഒരു ഔട്ട്വേർഡ് കമ്മ്യൂണിക്കേഷൻ. ഔട്ട്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആയുഷിനെ കുറിച്ചുള്ള ഒരു വിളംബരം ജനങ്ങളിലേക്ക് എത്തിക്കുക. അവർ പോകുന്നതിനെ കുറിച്ച് ആയുഷിനെ കുറിച്ച് പറയുക, പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇത്ര പേരെ റെഫർ ചെയ്യണം പെർ മന്ത്. ഒരു മാസം ഇത്ര പേരെ റെഫർ ചെയ്യണം നമ്മുടെ ഹോമിയോ, ആയുർവേദ, മറ്റുള്ള ആയുഷ് സെക്ടേഴ്സിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ എക്വിപ്ഡ് ആക്കുകയാണ്. അതിനനുസരിച്ചാണ് അവരുടെ ഇൻസെന്റീവ് പോകുന്നത്. അതേപോലെ തിരിച്ച് നമുക്ക് ഇൻപുട്ട് വരേണ്ടതെന്ന് വെച്ചാൽ സൊസൈറ്റിയിൽ എന്തെല്ലാം മെനേസസ് ഉണ്ട്, എന്തെല്ലാം കാര്യങ്ങളാണ് സൊസൈറ്റി നടക്കുന്നുള്ള ടൈംലി ഇൻഫോർമേഷൻ. ആ ടൈംലി ഇൻഫോർമേഷൻ കിട്ടുമ്പോൾ അവിടുത്തെ CHO, അതായത് മെഡിക്കൽ ഓഫീസറിന്റെ എക്സ്പെർട്ടൈസ്ഡ് പോലെയും ഇൻട്രസ്റ്റ് പോലെയും നമുക്ക് ആ കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെടാൻ പറ്റും. അപ്പോ സോഷ്യൽ ഹെൽത്തിന് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു നീക്കമാണ്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ട, അത് വളരെ സമഗ്രം, വളരെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നാഷണൽ ആയുഷ് മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് പേഷ്യന്റ് നമ്മളെ അടുത്തോട്ട് വരുത്തുക എന്ന് മാത്രമല്ല, നമ്മൾ പേഷ്യന്റിന്റെ അടുത്തേക്ക് പോവുക, ആ ഇൻഫർമേഷൻ പോവുക, എന്താ പറയാ, മൗത്ത് ടു മൗത്ത് ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക, അവരെ ഇങ്ങോട്ട് എത്തിക്കുക എന്ന് പറയുന്നത് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്കില്ലാണ് അവരെ എങ്ങനെ പിടിച്ചു നിർത്താം, എങ്ങനെ നമ്മളുടെ ഒരു ഐ മീൻ ഫാമിലി ബെനിഫാക്ടറി ലെവലിലോട്ട് അവരെ കൊണ്ടുപോകാം എന്നുള്ളത്. ഈ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ എല്ലാം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇതിന് ഒത്തിരി കാര്യങ്ങൾ ഇറ്റ്സ് ഓൺ പൈപ്പ് ലൈൻ. ഇപ്പം അടുത്ത സ്റ്റേറ്റ് ആൻഡ് ഇലക്ഷൻ പ്ലാനിൽ നമുക്ക് ചെയ്യേണ്ടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിപ്പോ അത് അപ്രൂവ് ആകാത്തതുകൊണ്ട് അതിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത്രയും കാര്യങ്ങൾ വീണ്ടും കുറെ പ്രോജക്ട്സും കൂടെ ഉണ്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു 2022 മുതലാണ് ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെ വെളിയിലോട്ട് വരുന്നത്. അതിനൊരു കാരണമുണ്ട്. നാഷണൽ ആയുഷ് മിഷന്റെ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ സൈദ് ബാബു IAS, അതിന് മുന്നേ മിഷൻ ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ നാമിന് വേണ്ടിയിട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നാമിനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനും നാം വഴി കൂടുതൽ കാര്യങ്ങൾ സർവീസ് സെക്ടറിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഡോക്ടർ സൈദ് ബാബു IAS സാറ് നാമിന്റെ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറായിട്ട് വന്ന ശേഷമാണ് നാമിന് ഇത്ര കണ്ട് ഒരു എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞു പറന്നിറങ്ങുക എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ SPM സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ഉണ്ട്, ഡോക്ടർ നമ്മുടെ ജയനാരായണ സാറുണ്ട്. ജയനാരായണ സാർ അതിന്റെ ഒപ്പം തന്നെ സാറിനൊപ്പം തന്നെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഡോക്ടർ സജീവ് PR, നമ്മുടെ ISM SPMs. നമുക്ക് 2 SPMs ആണല്ലോ, ISM SPM-ഉം ഹോമിയോപ്പതി SPM-ഉം. ഈ ISM SPM-ഉം ഹോമിയോപ്പതി SPM രണ്ട് സിസ്റ്റത്തിനെ അല്ല, ഇവർക്ക് വീണ്ടും ഇന്റേണലി ഒത്തിരി കോമ്പണൻസ് അവർക്ക് തന്നെ ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ ജയനാരായണ സാർ ഹോമിയോക്ക് വേണ്ടി മാത്രമോ പിന്നെ സൈദ് സാർ ISM-ന് വേണ്ടി മാത്രമല്ല നിലകൊള്ളുന്നത്. ലൈക്ക് ഇപ്പോ ബഡ്ജറ്റിന്റെ പ്രൊവിഷൻ ജയനാരായണ സാറിനാണെങ്കിൽ സാപ്പിന്റെ ഉത്തരവാദിത്വം സൈദ് സാറിനായിരിക്കും എന്ന് പറഞ്ഞ കണക്ക് അവിടെ ഒരു മൊത്തം ഡ്യൂട്ടീസും ഷെയർ ചെയ്ത് പോവുകയാണ്. അവരും സാറിന്റെ ഒപ്പം അതേ വാല്യൂ കൊടുത്തുകൊണ്ട്, സാറ് പറയുന്ന ഓരോ കാര്യങ്ങളും അതേ വാല്യൂ കൊടുത്തുകൊണ്ട് കമ്മിറ്റഡ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ DPMs, നമ്മുടെ 17 ജില്ലയിലെ DPMs ഉണ്ട്. അതിൽ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുണ്ട്, ദെൻ ഹോമിയോപ്പതി ഫെറ്റേണിറ്റിയിലുണ്ട്, ആയുർവേദ ഫെറ്റേണിറ്റിയിൽ നിന്നുണ്ട്, നാച്ചുറോപ്പതി യോഗ. ഞാൻ ബേസിക്കലി നാച്ചുറോപ്പതി യോഗ ഫെറ്റേണിറ്റി എന്നാണ് ഞാൻ ഇതിനകത്ത് വന്നിരിക്കുന്നത്. സോ ഈ ഇത്രയും പേര്, ഈ 14 പേരും ഇവരുടെ 2 SPM-ഉം SMD-യും, അതേപോലെ തന്നെ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് നമ്മുടെ DMOs.
DMOസിന്റെ ഒക്കെ ഒരു ഇടപെടൽ എന്ന് പറഞ്ഞാൽ വളരെ വളരെ നല്ല രീതിയിലുള്ള ഇടപെടലാണ് ഈ 14 DMOസും 14 ISMലെ 14 28 പേരും. ഇപ്പം നമ്മൾ ഇവിടെ ഹോമിയോപ്പതി ഫെറ്റേണിറ്റിയുടെ ഭാഗത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14 DMOസ് നമുക്ക് തരുന്നത്, നമ്മുടെ ഡയറക്ടേഴ്സ് ഒക്കെ നമുക്ക് തരുന്നത് അറ്റ്മോസ്റ്റ് സപ്പോർട്ട് എന്ന് വെച്ചാൽ ഏറ്റവും അകമഴിഞ്ഞ യാതൊരു കറയും കൂടാതെ യാതൊരു വൈമുഖ്യവും ഇല്ലാതെ ഒരുമിച്ച് തുഴയുന്ന ഒരു തോണിയായിട്ടാണ് ഇന്ന് നാഷണൽ ആയുഷ് മിഷൻ നമ്മുടെ ആയുഷ് ഡിപ്പാർട്ട്മെന്റിൽ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതെല്ലാം കൂടുതൽ പ്രൊവിഷൻസ് ഉണ്ടാക്കാനും സാധിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ നമ്മൾ വളരെയധികം താങ്ക്ഫുൾ ആണ് എല്ലാവരോടും. അതോടൊപ്പം നമ്മളിപ്പോ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇത് ഗവൺമെന്റ് സെക്ടറിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമാണ്, ഗവൺമെന്റ് സെക്ടറിന്റെ മാത്രം ഒരു ഇതോടെ ഒരു സപ്പോർട്ടോടെ നടക്കുകയാണെന്നുള്ളൊരു ധാരണ വേണ്ട. ഈ പ്രൈവറ്റ് സെക്ടറിലെ നമ്മുടെ എല്ലാ അസോസിയേഷൻസിന്റെയും ഹോമിയോപ്പതി അസോസിയേഷന്റെ ഒക്കെ ടൈംലി അഡ്വൈസസ്, ടൈംലി ഹെൽപ്പ്, ഒരു ഗൈഡ് ലൈൻ നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് അവരുടെ ഇടപെടല് ഒക്കെ തന്നെ വളരെ അഗ്രസീവായിട്ട് നമുക്ക് ഉണ്ട് എന്നുള്ളത് നമ്മളത് കണക്കാക്കേണ്ടതുണ്ട്. ഇപ്പൊ കരുതലോടെ മുന്നോട്ടെന്നൊക്കെ പറഞ്ഞ പ്രോജക്റ്റ് വരുമ്പോഴത്തേക്കും ഗവൺമെന്റ് സെക്ടർ മാത്രമല്ല, നമ്മൾ ടോട്ടൽ പ്രൈവറ്റ് സെക്ടേഴ്സ് ഓരോ പ്രാക്ടീഷണേഴ്സും അതിനകത്ത് അതിന്റെ ഒരു ലൈൻ ഷെയർ ഓഫ് റോൾ വഹിച്ചു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സിസ്റ്റം വളരുള്ളൂ. ആ രീതിയിൽ വളർന്ന് പന്തലിച്ച് വളരെ എന്താ പറയാ, ഇറ്റ് ഹാസ് ഗിവൻ ഷാഡോ ടു മെനി എന്ന് പറയുന്ന ഒരു രീതിയിലാണ് നമ്മളിന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ഒരു ആമുഖമായിട്ട് നാഷണൽ ആയുഷ് മിഷൻ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് അല്ലെ ഹോമിയോപ്പതി ഫെറ്റേണിറ്റിക്ക് ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങൾ എന്നുള്ളത് വളരെ ചുരുക്കത്തില് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഡിസ്കഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതങ്ങോട്ട് ക്യാരി ചെയ്ത് പോകാം. ഞാനൊരല്പം സ്പീഡായി എന്ന് തോന്നുന്നു. കാരണം വെച്ചാല് സാറിന്റെ അടുത്ത് ഇടയ്ക്ക് നെറ്റ് പോകുന്നുണ്ട്, ആ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. സാറ് വളരെ ഈ പറഞ്ഞ പോലെ രാമായണ മാസം ഉള്ളപ്പോൾ ഏറ്റവും കൂടുതൽ സംഭാഷണ ചാതുര്യമുള്ളത് ഹനുമാനെ കുറിച്ചാണ്. ഹനുമാൻ വളരെ സംഭാഷണ ചാതുര്യം ഉണ്ടെന്നാണ് നമ്മുടെ എഴുത്തച്ഛന്റെ ഒരു വിലയിരുത്തല്. അതുപോലെ സാറ് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഭംഗിയായിട്ടും അടുക്കി പറക്കി ശരിക്കും ഒരു പ്രൊഫഷണലായ ടച്ച് തന്നെ സാറിന് ഈ പ്രഭാഷണത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ നാഷണൽ ആയുഷ് മിഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ സജഷൻസോ ഉണ്ടെങ്കിൽ ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. നമ്മുടെ അടുത്ത തലമുറയോട് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം നിറവേറ്റാൻ കൂടി തന്നെയാണ് IFP തീർച്ചയായിട്ടും ഇങ്ങനെ പരിപാടി തുടങ്ങി. എന്തായാലും ഗവൺമെന്റ് സെക്ടറിൽ ഇത്രയും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റിയ കുറെ ഒരു നല്ല ടീം ഉണ്ടെന്നുള്ളത് നമുക്കിപ്പോൾ ബോധ്യമായി. കാരണം അത് തന്നെ നിങ്ങളെ ഓരോരുത്തരെ ഓർത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമാണ്. കാരണം നമ്മളെവിടെ പറയുമ്പോഴും നമ്മളുടെ ഹോമിയോപ്പതി സ്ഥാപനങ്ങളെ കുറിച്ച് മെൻഷൻ ചെയ്യാറുണ്ട്. കാരണം ഹോമിയോപ്പതി ഇപ്പം ആദ്യമൊക്കെ പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സ് ആണ് ഹോമിയോപ്പതിയെ കേരളത്തിൽ വളർത്തി ഈ നിലയിൽ എത്തിച്ചെങ്കിലും അതിനുശേഷം ഒരു രണ്ടാം തലമുറ എന്ന് പറയുന്ന രീതിയിലാണ് സർക്കാർ സംവിധാനങ്ങളുടെ ഒരു വരവ്. ആ വരവോടുകൂടി ആദ്യമൊക്കെ പല ആൾക്കാരും പേടിച്ചിരുന്നു, കാരണം ഇത് നമുക്കൊക്കെ പാരയാകുമെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ പ്രൈവറ്റ് ഡോക്ടർമാർ വളർന്നതിനോടൊപ്പം തന്നെ ഗവൺമെന്റ് മേഖലയിലും വളരെ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകുകയും അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം നമുക്ക് എടുത്ത് പറയത്തക്ക രീതിയിൽ സമൂഹത്തിന്റെ മുന്നിൽ സർക്കാർ വഴി ഇപ്പൊ ഇത്ര ചികിത്സാ സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. കാരണം നമ്മൾ ഇപ്പൊ തന്നെ ഗുജറാത്തിലാണെങ്കിൽ ഏകദേശം 46 ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജുകളുണ്ട്. പക്ഷേ അവിടെ സർക്കാർ സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. പക്ഷെ നമ്മുടെ ഇവിടെ സർക്കാർ സ്ഥാപനങ്ങളുടെ എണ്ണം പറയുമ്പോൾ ലോകം തന്നെ ഞെട്ടുകയാണ്. കാരണം അത് അവിടുത്തെ നമ്മളുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഞങ്ങൾ ഈ സൂമിന്റെ വേദിയിൽ ഇന്റർനാഷണൽ തലത്തിൽ സംസാരിക്കാറുണ്ട്. അപ്പം അവിടെയൊക്കെ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റിനെയാണ് കേരളത്തിലെ ഗവൺമെന്റ് സംവിധാനം ഹോമിയോപ്പതി വളർത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് മെൻഷൻ ചെയ്യുമ്പോൾ സത്യത്തിൽ മിക്കവാറും വിദേശികൾക്കൊക്കെ രോമാഞ്ചം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ഹോമിയോപ്പതി പലയിടത്തും നശിക്കുന്നു, ഇല്ലാതാകുന്നു, ഇനിയൊട്ട് ഉണ്ടാവില്ല എന്ന് പറയുന്ന സ്ഥലത്താണ് വളരെ നല്ല ഗംഭീരമായ പ്രവർത്തനങ്ങളോടെ നാം മുന്നേറുന്നത്. അപ്പൊ തീർച്ചയായും
ഇതിന്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള കുറെ മിടുക്കന്മാരുടെ അണിയറ പ്രവർത്തനങ്ങളാണ് ഈ ലെവലിൽ നമ്മൾ ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് വേണ്ടി നടത്തുന്നുള്ള ശരിക്ക് അഭിമാനിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു പണ്ടൊക്കെ നമ്മൾ പറയും സർക്കാർ കാര്യം മുറ പോലെ, അതായത് സർക്കാർ ഡോക്ടർമാർ വരുന്നു, ഒപ്പിട്ട് പോകുന്നു, ഉള്ളവരെ കൊണ്ട് കാശ് മേടിക്കുന്നു, അല്ലെങ്കിൽ ഉള്ള രീതിയിൽ അവർക്ക് ശമ്പളം കിട്ടും. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ഒരു വേണമെങ്കിൽ ഒരു ചികിത്സ എന്ന മട്ടിൽ. കാരണം പലപ്പോഴും നമുക്ക് ചില ഡോക്ടർമാരുടെ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് പുച്ഛം തോന്നിയിട്ടുണ്ട്. കാരണം രോഗി വന്ന് അടുത്തിരിക്കുമ്പോൾ പനിയാണ് അവര് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. അതിനിടയ്ക്ക് അതിനു മുമ്പ് തന്നെ മെഡിസിൻ എഴുതുന്ന ഒരു പ്രവണതയുണ്ട്. പല മെഡിക്കൽ ക്യാമ്പിലും ചെല്ലുമ്പോൾ നമ്മളത് പറയാറുണ്ട്. കാരണം അവർക്ക് എന്താണ് ഹോമിയോപ്പതി എന്നതിന്റെ വ്യത്യാസമെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഹോമിയോപ്പതി രീതിയിൽ ഒരു കേസ് എടുത്ത് പുറത്തുള്ളവരെ കാണിക്കുമ്പോഴാണ് അവർക്കത് മനസ്സിലാകുന്നത്. അപ്പം നമുക്ക് സത്യത്തിൽ സമയമില്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനം കാണിക്കുമ്പോഴത് പക്ഷെ ഇങ്ങനെയുള്ള ഒരു പുത്തൻ തലമുറയിലെ ഡോക്ടർമാർ അതിഗംഭീരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നറിയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഡോക്ടർ ഇപ്പൊ പറഞ്ഞ പോലെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ നോട്ട് ചെയ്തത്, നമുക്കിപ്പം ഈ ആയുഷ് മേഖലയിലോട്ട് ആശാപ്രവർത്തകരെ വരുന്നതായിട്ടാണ്. അപ്പൊ അവർക്കൊരു ടാർഗറ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഈ ടാർഗറ്റ് കൊടുക്കുമ്പോൾ ഇവര് ചെയ്യുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, അല്ലെങ്കിൽ ചിലപ്പോഴത് ദോഷമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു കാര്യം, ഹോമിയോ മരുന്ന് കഴിക്കുന്ന, അതായത് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ക്ലിനിക്കിൽ നിന്ന് ഹോമിയോ മരുന്ന് കഴിക്കുന്ന ആ രോഗികളെ ഇവർ ക്യാൻവാസ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് മേഖലയിലുള്ളവർക്ക് അതൊരു പാരയായി വരാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അവർക്ക് കൊടുക്കേണ്ട പ്രത്യേക നിർദ്ദേശം, ഒരു കാരണവശാലും ഇതുവരെ ഹോമിയോപ്പതി എന്താണെന്ന് മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ കഴിക്കാത്ത ആൾക്കാർ എവിടെയുണ്ടോ അവരെ വേണം നിങ്ങൾ തേടി പിടിച്ചു കൊണ്ടുവരാൻ. സ്ഥിരമായിട്ട് ഹോമിയോപ്പതി മരുന്ന് കഴിക്കുന്നവരെ അല്ല നിങ്ങൾ ക്യാൻവാസ് ചെയ്യേണ്ടത്. അതൊരിക്കലും ഞാൻ പ്രൈവറ്റ് മേഖലയുടെ നാശത്തിന് വേണ്ടി ഉണ്ടാകുന്ന ഒരു കാര്യമായിട്ടല്ല പറയുന്നത്. നമ്മൾ ഒരു മോട്ടിവേഷൻ അങ്ങനെ കൊടുക്കണം. കാരണം നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ഇപ്പൊ പ്രഷറിന് മരുന്ന് കഴിക്കുന്നവരാണ്, ശരി, നിങ്ങളൊന്ന് ഹോമിയോപ്പതിയുടെ ഒന്ന് ചെയ്തു നോക്കൂ എന്ന് അവരോട് പറയുമ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ആ ഡോക്ടറെ ഒന്ന് കണ്ടു നോക്ക് എന്നൊരു സജഷൻ, ഇതായിരിക്കണം ഇവർക്ക് കൊടുക്കേണ്ട ഒരു പ്രത്യേക നിർദ്ദേശം എന്നുകൂടി എനിക്ക് അങ്ങോട്ട് പറയാനുണ്ട്. വളരെ നല്ല ഒരു പ്രസന്റേഷൻ ആയിരുന്നു. അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ, താങ്ക് യു സർ. അത് ഞാനൊന്ന് എൻ്റെ ഒരു മറുപടി, അതായത് നമ്മൾ ആശാസിന്റെ ഇത് വെക്കുമ്പോൾ അവരുടെ ട്രെയിനിങ്ങിൽ എടുത്ത് പറയുന്നുണ്ട്. അതായത് അവരെന്ത് മരുന്നാണ് കഴിക്കുക, ഇപ്പൊ ആയുർവേദം ആണെങ്കിലും ഹോമിയോ ആണെങ്കിലും സിദ്ധയാണെങ്കിലും യുനാനി ആണെങ്കിലും നാച്ചുറോപ്പതി യോഗയാണെങ്കിലും എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ട് അവർക്ക് നാച്ചുറലി അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണ്. അതിനൊരു ഇത് വരുത്തരുതെന്ന് തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഓരോ ഡോക്ടേഴ്സ് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോള് ഡിസൈൻ ചെയ്യുന്നതിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അത് അവരവരുടെ എക്സ്പെർട്ടൈസിനനുസരിച്ചാണ്. ആ പ്രത്യേകിച്ച് നമുക്ക് ആയുഷിലാണെങ്കിൽ വളരെ വിഭിന്നങ്ങളായിട്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അവർ ഇതുവരെ ഒരു ഇൻട്രൊഡക്ഷൻ ഇല്ലാത്തവരെയാണ് ഇതിനകത്തോട്ട് നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. അതായത് നമ്മുടെ ട്രെയിനിങ്ങിൽ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് സർ. അത് ആക്ച്വലി സാറിന്റെ നല്ലൊരു റീഡിംഗ് ആണ്, അത് നല്ലൊരു ഒബ്സർവേഷൻ ആയിരുന്നു. അത് ഞങ്ങളത് അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് സർ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം, വളരെ സന്തോഷം. അപ്പൊ സലിംകുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സലിംകുമാർ ഡോക്ടറെ അഡ്മിറ്റ് ചെയ്യും. സാറേ, എനിക്ക് പറയാനുണ്ടായ ആശങ്ക ഞാൻ ഉദ്ദേശിച്ച അതിനേക്കാൾ നല്ല ഭാഷയിൽ ധനീഷ് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. ഇത് തന്നെ ഞാൻ പേടിച്ചിരുന്നു. കാരണം വെച്ചാല് ഇൻസെന്റീവും കൊടുത്ത് കുറച്ച് ആൾക്കാരെ അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാല് അവർ ആദ്യം പിടിക്കാൻ പോണത് ഞങ്ങൾ പിന്നെ പട്ടിണിയാവുന്ന അവസ്ഥയിലേക്ക് പോകാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്കത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുമ്പോൾ ഇൻസെന്റീവ് നിങ്ങൾ കൊടുക്കുമ്പോൾ നേരത്തെ ഹോമിയോ മരുന്ന് കഴിച്ചിരുന്ന ആളാണെങ്കിൽ അവന് ഇൻസെന്റീവ് കുറക്കണം അവിടെ. അങ്ങനെ കൂടെ എഴുതി ചേർക്കണം. അല്ലെങ്കിൽ ഇവർ ആദ്യം പിടിക്കാൻ പോണ ഹോമിയോ മരുന്ന് കഴിച്ചു പിടിക്കുന്ന ആൾക്കാരായിരിക്കും. ഈ പാലം വരുമ്പോ കടത്തുകാരന്റെ കച്ചവടം പോകുന്നുള്ള സത്യമാണ്. അത് കുറെയൊക്കെ സംഭവിക്കാം. പക്ഷെ എന്ന് വിചാരിച്ച് കടത്തുകാരൻ പട്ടിണിയായി പോകുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. ഇല്ല സാർ, തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ തന്നെ അത് ശ്രദ്ധിക്കുന്നുണ്ട് സാർ. ഞങ്ങളത് ഇനിയിപ്പം CHO ട്രെയിനിങ്സ് വരുമ്പോഴും ഒക്കെ തന്നെ നമ്മളത് നോക്കുന്നുണ്ട്. കാരണം അതിന് മെയിൻ ഞങ്ങൾ പറയുന്ന ലാംഗ്വേജ് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഒരാള് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഡോക്ടറിന് അതിൻ്റെതായ ഒരു പ്രോട്ടോകോൾ ഡിസൈൻ ഉണ്ടാവും, ട്രീറ്റ്മെന്റ് ഡിസൈൻ ഉണ്ടാവും.
ആ ഡിസൈൻ വേറൊരാളിൽ അതിനകത്ത് ഇന്റർഫിയർ ചെയ്യുമ്പോൾ അത് മാറിപ്പോകും. അതുകൊണ്ട് അത് ആ ഡിസൈനിൽ തന്നെ പോകണം. അതുകൊണ്ട് ഹോമിയോപ്പതി മെഡിസിൻ അല്ലെങ്കിൽ ആയുർവേദ ഏത് സിസ്റ്റം മെഡിസിൻ ആണെങ്കിലും എടുത്തുകൊണ്ടിരിക്കുന്ന ആളിനെ അങ്ങോട്ട് പറഞ്ഞു വിടേണ്ടതില്ല. ഇല്ലാത്ത അല്ലെങ്കിൽ അതിന് ഇതുവരെ ഇൻട്രൊഡ്യൂസ് ആവാത്തവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതാണ്. അത് ഞങ്ങൾ പ്രത്യേകം തന്നെ പറയുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പേഷ്യന്റ് ടു ദ ആയുഷ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ്. സാറൊന്ന് പറഞ്ഞോട്ടെ, ഈ ആശാ വർക്കേഴ്സിന് സാലറി കൊടുക്കുന്നത് ശരിക്ക് നാഷണൽ ആയുഷ് മിഷന്റെ അക്കൗണ്ടിൽ നിന്നല്ലേ പൈസ കൊടുക്കുന്നത്? ആണ്. ഈ ആയുഷ് മിഷനിൽ അലോപ്പതി ഒഴികെയുള്ള ആയുർവേദമോ ഹോമിയോപ്പതിയോ ഉണ്ടെന്ന് ഇവിടുത്തെ ആശാ വർക്കേഴ്സിൽ എത്ര പേർക്ക് അറിയാം? അല്ല, ഞങ്ങൾ അതാണ് സാർ, അതാണ് ഞങ്ങൾ ഇവർക്ക് ട്രെയിനിങ് കൊടുത്തു. ആദ്യം നിങ്ങൾ ബോധ്യം വരുത്തേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ ഹോമിയോപ്പതിക്കാരൻ്റെ ആയുർവേദക്കാരൻ്റെയും കൂടി കാശുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നതാണ്. ഇവരുടെ അഹങ്കാരവും ഇവരുടെ രീതിയും കണ്ടു കഴിഞ്ഞാൽ ഇത് ഹോമിയോപ്പതി ആയുർവേദമൊന്നും ഇവിടെ ഇല്ല, അതൊന്നും സയൻസേ അല്ല, അലോപ്പതി മാത്രമാണെന്നുള്ള രീതിയിലാണ് ഇവർ ഇറങ്ങി നടക്കുന്നത്. നിങ്ങൾ വ്യക്തമായിട്ട് 3 ദിവസത്തെ ട്രെയിനിങ് ഇവർക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, ആശാസിന് കൊടുക്കുന്നുണ്ട്. കൊടുത്തിട്ടാണ് ഇവരെ ഞങ്ങൾ രംഗത്തിറക്കുന്നത്. അത് ഒരു ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ 5 ആശാസ്, അത് ഇപ്പം ആശാസ് മെയിൻ ഞങ്ങൾ ഇൻസെന്റീവ് ആണ് അവന് കൊടുക്കുന്നത്. ഒരു മാസം ഇത്ര എന്ന് വെച്ചിട്ട് ഒരു അവരുടെ വർക്ക് ബേസ് ഇൻസെന്റീവ്. അപ്പോ ഇവരെ ഒരു ഏരിയയിലുള്ള പഞ്ചായത്തിന്റെ കീഴിലുള്ള ആശാസിൽ 5 പേരെ, അതായത് നമ്മുടെ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഇന്നേറ്ററുണ്ട് കാശ്മീർ ഏരിയയിലുള്ള 5 ഡിഫറെന്റ് അഡ്ജസന്റ് ആയിട്ടുള്ള വാർഡുകളിലെ 5 ആശാസിനെ എടുത്ത് നമ്മൾ ട്രെയിനിങ് NHM തന്നെ അതിന്റെ ആയുഷ് കോമ്പണന്റ് ഞങ്ങൾ അതിന്റെ എന്താ പറയാ ഫാക്കൽറ്റീസിനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നടത്തി. ഇനി അതിനൊരു എന്താ പറയാ ഈ അടുത്ത 2 ആഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ അവർക്കൊരു ഓൺലൈൻ ഒരു റിഫ്രഷർ കോഴ്സും കൂടെ കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടുന്ന റിഫ്രഷർ കോഴ്സ്, അത് ടോട്ടലി ആയുഷ് സെക്ടറിൽ നിന്നുള്ള ഫാക്കൽറ്റീസിനെ വെച്ചിട്ട് ഒരു റിഫ്രഷർ കോഴ്സ് കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് കൊടുത്ത് ആയുഷിന് അപ്പം പലർക്കും ഓക്കെ, കങ്ങു ക്ലിയർ ആണ്. ഇനി 2 ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സലിം ഖാൻ ഡോക്ടർ തൃപ്തിയായെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ തുടക്കമാണ്, എന്തെങ്കിലും ചെറിയ ഇറതൊക്കെ ഉണ്ടാകും, പക്ഷെ അധികം വൈകാതെ തന്നെ ശക്തമായി തിരിച്ചു വരാൻ കഴിയും. നമുക്ക് ബിന്ദു ശങ്കർ ഡോക്ടറേക്ക് പോവാം. ഹലോ സാറേ, ജാമ്യന്റെ ഇതിലെ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ മെഡിക്കൽ ക്യാമ്പുകളോ അതല്ലെങ്കിൽ അവയർനെസ് ക്ലാസ്സസ് ഒക്കെ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ ആ ഏരിയയിലുള്ള പ്രൈവറ്റ് ഹോമിയോ ഡോക്ടേഴ്സിനെയും കൂടി ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലതായിരിക്കും. ഇപ്പൊ നമ്മുടെ ഡിസ്പെൻസറികളിൽ നിന്നൊക്കെ മെഡിക്കൽ ക്യാമ്പുകൾ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ഡോക്ടേഴ്സ് ഒന്നും അറിയാറില്ല. അപ്പൊ അത് ആ ഏരിയയിലുള്ളവരെയും കൂടി ഒന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയൊരു നല്ല കാര്യമായിരിക്കും. തീർച്ചയായിട്ടും നല്ലൊരു സജഷനാണ് മാഡം. കാരണം ആ ഗവൺമെന്റ് സെക്ടർ മാത്രം കൊണ്ട് നമുക്ക് എൻ്റയർ പോപ്പുലേഷന്റെ ഒരു നീഡ് കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ പറ്റില്ല. അപ്പം പ്രൈവറ്റ് സെക്ടറും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അറ്റ്ലീസ്റ്റ് നമുക്ക് നല്ലൊരു ഏരിയ സൊസൈറ്റിയുടെ നീഡ് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് തീർച്ചയായിട്ടും അടുത്ത നെക്സ്റ്റ് നമ്മുടെ DPMസിന്റെ റിവ്യൂ മീറ്റിംഗിൽ തീർച്ചയായിട്ടും ഞാനിത് അവതരിപ്പിക്കാം. ഞങ്ങളുടെ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ അല്ലെങ്കിൽ SPMസിന്റെ മൈൻഡിലോട്ട് നമുക്കത് കൊണ്ടുവന്നിട്ട് അത് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് അത് ചെയ്യാം. തീർച്ചയായിട്ടും ചെയ്യാം മാഡം. അത് നല്ലൊരു സജഷനാണ് മാം. തീർച്ചയായിട്ടും. ഇപ്പൊ കഴിഞ്ഞ ഷീ ക്യാമ്പയിന് ഞാൻ എന്റെ സ്ഥാപനത്തിൽ ചെയ്തായിരുന്നു. അത് അവര് പേഴ്സണലായിട്ട് ഓരോ കാഴ്ചപ്പാടും പിന്നെ വ്യക്തികളോടുള്ള ഒരു ബന്ധമാണ്. വ്യക്തിബന്ധങ്ങൾ നിലനിർത്തുക എന്നത് പ്രധാനമാണ്. കോളേജുകളിൽ പോയാൽ അവിടുന്ന് അവസരം ഉണ്ടാവും. നേമത്തെ വിദ്യാലയ കോളേജ് നമുക്ക് കിട്ടിയായിരുന്നു. അപ്പൊ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ പൊതു തത്വമായിട്ട് വരുമ്പോൾ നല്ല രീതിയിലായിരിക്കും. അല്ല സാർ, നമ്മള് ഷീ ക്യാമ്പയിനില് പ്രൈവറ്റ് സെക്ടറുമായിട്ടൊക്കെ മിംഗിൾ ചെയ്തിട്ടല്ലേ ചെയ്തത്? അതെ, കരുതലോടെ മുന്നോട്ടൊക്കെ നന്നായി ചെയ്തു. അതേപോലെ തന്നെ മാഡം, അതേപോലെ തന്നെ നമ്മള് നാഷണൽ ആയുഷ് മിഷൻ വേറൊന്നും കൂടെ ചെയ്യുന്ന വെച്ചാല് പിന്നെ സാർ പറഞ്ഞല്ലോ, ഈ ഷീ ക്യാമ്പയിൻ ഇങ്ങനെ, അതായത് നമ്മുടെ ആയുർവേദ ഡേ അല്ലെങ്കിൽ ഹോമിയോ ഡേക്കൊക്കെ നമ്മള് വളരെ നല്ല രീതിയിൽ ഒരു ജില്ലയ്ക്ക് 1 ലക്ഷത്തിലധികം രൂപ 1.5 ലക്ഷം രൂപ കൊടുത്തിട്ട് ആണ് ഇത്. അതിനകത്ത് നമ്മുടെ ഷീ ക്യാമ്പയിൻ എന്ന് പറയുന്ന ഓരോ വർഷവും നമ്മൾ ഓരോരോ രീതിയിലുള്ള ഒരു ക്യാമ്പ് കൊണ്ടുവരുന്നുണ്ട്. അതിനകത്തൊക്കെ തന്നെ ശരിക്കും പ്രൈവറ്റ് സെക്ടറിലുള്ളവരെല്ലാം പാർട്ടിസിപ്പേഷനോടുകൂടെയാണ് ഞങ്ങൾക്ക് അത് സക്സസ്ഫുൾ ആക്കാൻ കഴിഞ്ഞത് മാഡം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പൊ തന്നെ വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ കൂടുതൽ അതിനെ ഒന്ന് വ്യാപിപ്പിക്കാനായിട്ട് നമുക്കൊരു സജഷൻ പറയാം മാഡം. എന്തായാലും ഞങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യം പറയാനുള്ളത്, ഈ നമ്മുടെ ആയുഷിന്റെ സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞു, സജിത് ബാബു. അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ച ദിവസമാണ് ഏറ്റവും കൂടുതൽ ഫയൽ നോക്കിയെന്ന് ഷാജി സാറിക്ക് പറയുകയുണ്ടായി, അല്ലേ ഡോക്ടർ സാറേ? 17-20 ഫയലാണ് ആ ദിവസം രാത്രിയിൽ നോക്കിയത്, അച്ഛൻ മരിച്ച ദിവസം.
അച്ഛൻ ഉറങ്ങുന്നു നിശ്ചലം എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് അത്ര നല്ല ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. നമുക്ക് ഹരിഹരൻ സാറിലേക്ക് വരാം. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ ആയ ഒരു മെഡിക്കൽ ഓഫീസർ CMO റിട്ടയർ ചെയ്തതാണ് ഹരിഹരൻ സാറെ. സംസാരിക്കുമോ? ഞാനിത് മുഴുവൻ കേട്ടു വളരെ നന്നായിരിക്കുന്നു. ഈ പ്രവർത്തനങ്ങളോടുള്ള എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു സജഷൻ ഉള്ളതേ, നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സിൽ തന്നെ നമ്മുടെ പല ഡോക്ടർമാരും പല സബ്ജക്റ്റിലും അതായത് ഇപ്പോൾ ഓരോ ഡിസീസസിലും, ഇപ്പോൾ ആസ്മ ഇല്ലെങ്കിൽ ഇങ്ങനെ പല ഇൻഫെർട്ടിലിറ്റി, ഇങ്ങനെ പലതിലും പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സ് ധാരാളം എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ കേരളത്തിന്റെ പല സ്ഥലത്തും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. അവർക്ക് അതിനെക്കുറിച്ച് മാത്രമായിട്ട് തന്നെ നല്ല അറിവാണ്. അത് നിങ്ങൾ ഓരോ സമയത്തും ഈ ആയുഷിന്റെ ഡോക്ടേഴ്സിന് ക്ലാസ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇവരെ കൊണ്ടുവന്ന് അവരുടെ അറിവ് പൂൾ ചെയ്യാൻ നോക്കണം. തീർച്ചയായും സർ, അത് ആ ഒരു സംരംഭം നമുക്കുണ്ട് സർ. അതായത് നമുക്ക് സാറിന്റെ, നമ്മുടെ സൈദ് ബാബു IAS, നമ്മുടെ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറിന്റെ മനസ്സിലുള്ള ഒരു ഇതാണ്. അത് നമ്മളിപ്പം കോവളത്ത് ഞങ്ങൾ കുറച്ച് സ്ഥലമൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. അതായത് ട്രഡീഷണൽ മെഡിസിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ അവിടെ ചെയ്യുകയാണ്. അപ്പൊ അവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോ പുതിയ വരുന്ന സ്റ്റുഡൻസിനും ഒക്കെ ഈ ഫീൽഡിൽ സാറ് പറഞ്ഞ കണക്ക് ഫീൽഡ് എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ തൈറോയിഡിൽ നല്ല എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള അവർ അത് മാത്രം ചെയ്യുന്ന എക്സ്പേർട്സ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഫീവർ ക്ലിനിക്ക്, അല്ലെങ്കിൽ പാലിയേറ്റീവ് ക്ലിനിക്ക്, അല്ലെങ്കിൽ ആസ്മ, അല്ലെങ്കിൽ അലർജിക് ഡിസോർഡേഴ്സ്, പിന്നെ ഇൻഫെർട്ടിലിറ്റി ഡിസോർഡേഴ്സ്, അങ്ങനെ പലതിലും സാർ പറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. പലർക്കും എന്നല്ല, എല്ലാവർക്കും തന്നെ അവരവരുടെ ഒരു എക്സ്പേർട്ട് ഡൊമൈൻ ഉണ്ടാവും. അപ്പൊ അതിനെ മുന്നോട്ട് കൊണ്ടുവരാനും അടുത്ത തലമുറയ്ക്ക് അത് പങ്കുവെക്കാനും വാട്ട് എക്സാക്ട്ലി ഐ ഹാവ് ഡൺ, വാട്ട് എക്സാക്ട്ലി എന്തൊക്കെ ചെയ്യും, അത് സാറ് ഞങ്ങളത് സാറിന്റെ ഒരു ഡിസ്കഷനിൽ വന്നൊരു കാര്യം എന്ന് വെച്ചാൽ, എന്ത് ഒരു ഡിസീസിന് ചെയ്തു എന്നുള്ളതല്ല, എന്തൊരു ഡിസീസിന് ചെയ്യാൻ പാടില്ല, എവിടെ എനിക്കൊരു തെറ്റ് പറ്റി, ഇപ്പം ഞാൻ ഇന്ന സംഗതി കൊടുത്തപ്പം അതിന് എഫക്റ്റീവ് ആയില്ല, അല്ലെങ്കിൽ പനിക്കൊരു സാധനം ഞാൻ കൊടുത്തപ്പോൾ അത് പനി കൂടി എന്ന് പറയുന്ന ഒരളവ് വരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ തന്നെ നടത്തുന്നുണ്ട്. അടുത്ത ജനറേഷനിലേക്ക് അതിനെ കൊണ്ടുവരാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട് സർ. അതിന് ഞങ്ങൾക്ക് ലാൻഡിന്റെ എന്തോ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മിക്കവാറും ഉടനെ തന്നെ മേ ബി ഒരു 2-3-4 വർഷങ്ങൾക്കകത്ത് അത് യാഥാർത്ഥ്യമാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം സാർ. പിന്നെ ഈ അടുത്ത കാലത്ത് നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം, പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സിന് ഈ അക്യൂട്ട് ഡിസീസസ് പേഷ്യൻസ് വളരെ വളരെ കുറയുന്നതായിട്ടും, അറ്റ് ദ സെയിം ടൈം ഗവൺമെന്റ് ഡിസ്പെൻസറീസിൽ വളരെ കൂടുതലായിട്ടുള്ളതായിട്ട് ഞാൻ കാണുന്നു. എൻ്റെ ഒരു ഒബ്സർവേഷനാണ്. ഒത്തിരി പേര്, അതായത് നമ്മുടെ അടുത്തുള്ള ഡിസ്പെൻസറികളിൽ പോലും ഗവൺമെന്റ് ഡിസ്പെൻസറിയിൽ ധാരാളം പേഷ്യൻസ് പോവുകയും അറ്റ് ദ സെയിം ടൈം പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സിന് കുറയുന്നതുമായിട്ട് കാണുന്നുണ്ട്. അതിൽ അനാവശ്യമായ ഒരു ഭീതി ഈ മറ്റ് സിസ്റ്റംസ്, ഐ മീൻ അലോപ്പതിക് സൈഡിലാണ് അനാവശ്യമായ ഒരു ഭീതി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഭീതി ജനങ്ങളിൽ നിന്ന് മാറ്റണം. അത് നിങ്ങളുടെ ഒരു എയിമായിരിക്കണം. അതായത് ഇപ്പൊ തന്നെ പനിന്ന് കേൾക്കുമ്പോൾ, എൻ്റെയൊക്കെ ഒരു ആദ്യകാല പ്രാക്ടീസിൽ ഞാൻ 10 മണിവരെയൊക്കെയാണ് പനിക്കും ഈ സമയത്തൊക്കെ ചികിത്സിച്ച് വീട്ടിൽ വരുന്നത്. അതിന് മാത്രം പേഷ്യൻസ് ആണ്. ആ സ്ഥാനത്ത് ഇപ്പം പനി എന്ന് പറയുന്നത് വളരെ നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന രോഗികളുടെ വീട്ടിൽ നിന്നുള്ളത് മാത്രമേ വരുന്നു. പുതിയ പേഷ്യൻസ് വരാൻ മടിക്കുന്നു. ഇതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ ഇത് ഞാൻ പറയുന്ന ഒരു യൂഫോർബിയ, എന്താ അല്ലേ, ഒരു അനാവശ്യമായ ഒരു ഭീതി പനിയെക്കുറിച്ച്, ഫിയർ സൈക്കോസിസ്. ഇപ്പൊ അത് നിങ്ങൾ മാറ്റണം. അത് നിങ്ങൾ മാറ്റാൻ ശ്രമിക്കണം. രോഗത്തെക്കുറിച്ച് അനാവശ്യമായ ഭീതി ഉണ്ടാകാൻ, ഏത് രോഗത്തെക്കുറിച്ചാണ് ഭീതി ഉണ്ടാക്കരുത്. ഈവൻ ക്യാൻസറിനാണെങ്കിലും അനാവശ്യമായിട്ടുള്ള ഭീതി ഉണ്ടാക്കരുത്. അത് നിങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് അതും കൂടെ. തീർച്ചയായിട്ടും സാർ, ഞങ്ങൾ അതിന്റെ ഒരു റെമഡി ഉണ്ട് സാർ. അതായത് നമ്മള് ആയുഷിന്റെ
ഇത്രയും കാലം നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ആയുഷിൽ ഒത്തിരി നേട്ടങ്ങളുണ്ട്. ആയുഷ് ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇവൻ ഹോമിയോപ്പതി എടുത്താലും ധാരാളം നേട്ടങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. അപ്പൊ ഞങ്ങളിപ്പോ നാഷണൽ ആയുഷ് മിഷൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാല് ഞങ്ങളൊരു ന്യൂസ് ലെറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ 2 മാസത്തിലൊരിക്കലും ബൈ-മന്ത്ലി ഞങ്ങൾ ഒരു ന്യൂസ് ലെറ്റർ കൊണ്ടുവരുന്നുണ്ട്. ഇതിനകത്ത് പിന്നെ ഗവൺമെന്റ് സെക്ടറിലുള്ളവർക്കും പ്രൈവറ്റ് സെക്ടറിലുള്ളവർക്കും എല്ലാം എഴുതാം. അതിനകത്ത് ഈ ന്യൂസ് ലെറ്റർ ആണ്. അപ്പോ അതിനകത്ത് ആർട്ടിക്കിൾസ് എഴുതാനായിട്ട് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പൊ നിങ്ങളുടേതായ രീതിയിൽ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് പിന്നെ വലിയ ഇതൊന്നും വേണ്ട. നമ്മൾ ചെയ്യുന്ന കാര്യം വളരെ നീറ്റായിട്ടൊന്ന് പ്രസന്റ് ചെയ്യാമെങ്കിൽ ജനങ്ങൾക്ക് അത് അറിയണം എന്നുള്ള, എക്സ്പേർട്സിനും ജനങ്ങൾക്കും അല്ലെങ്കിൽ പബ്ലിക്കിന് അത് അറിയണം എന്ന് മാത്രമേ ഉള്ളൂ. അത് ഈവൻ WHO ഇതുവരെ ഞങ്ങൾ ന്യൂസ് ലെറ്റർ പോകുന്നുണ്ട്. ഈവൻ പിന്നെ നമ്മുടെ പോളിസി മേക്കേഴ്സിന്, ബ്യൂറോക്രാറ്റ്സ് മുതൽ മിനിസ്റ്റേഴ്സ് മുതൽ പൊളിറ്റിക്കൽ ലെവൽ എല്ലാ ലെവലിലും അത് കവർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ അതൊന്ന്. രണ്ടാമത്, നമുക്കിന്ന് ആയുഷിൻ്റെതായ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്, നമുക്ക് അതിന്റെ എന്താ പറയാ ബാക്കിയുള്ള ഈ ടെലിഗ്രാംസ്, ഇങ്ങനെ ഈ പബ്ലിക് മീഡിയ മൊത്തവും ഞങ്ങൾ കവർ ചെയ്യുകയാണ്. ഇതിനകത്തെല്ലാം തന്നെ ഓരോ ആഴ്ചയിൽ ഓരോ ദിവസങ്ങളും ആർട്ടിക്കിൾസും ഓരോ സംഭവങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിസീസിനെ കുറിച്ചാണെന്നാലും ഇപ്പൊ നമ്മളിപ്പോ മഴക്കാല രോഗങ്ങൾ വന്നു, ഇപ്പൊ ഒത്തിരി ഇത് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ വേരിപ്പനി മുതൽ ചെന്നെണ്ണ മുതലൊക്കെ വരുന്നുണ്ട്. ഇതിനകത്തൊന്നും ഭയപ്പെടേണ്ട, നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടിയാൽ മതി. ഇമ്മ്യൂണിറ്റി കൂട്ടുക മാത്രമാണ് അതിനകത്തൊരു കാര്യം, അല്ലാതെ നിങ്ങൾ ഭയപ്പെടണം എന്നുള്ള രീതിയിലൊക്കെ തന്നെ ഉള്ള പിന്നെ എന്താ പറയാ ഈ ഒരു പബ്ലിക്കിനുള്ള ഒരു ഇൻഫർമേഷൻസ് പോകുന്നുണ്ട് സാർ. ഇപ്പൊ നമ്മളതെല്ലാം ഞാൻ അതാ പറഞ്ഞത് സാറേ, നാഷണൽ ആയുഷ് മിഷൻ സമഗ്രമായിട്ടാണ് ഇത് വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സാർ. എന്തായാലും അതൊരു സജഷന് താങ്ക് യു. ഒന്നുകൂടെ നമ്മൾ ചെയ്യാം സാർ. ഒന്നുകൂടെ നമ്മൾ തന്നെ ചെയ്യും. സമയമായിട്ടില്ലെങ്കിൽ എനിക്ക് ഒരു കാര്യം കൂടെ സജഷൻ ഉണ്ട്. അതായത് നമ്മുടെ കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും ഏരിയ വൈസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ചില ഡിസീസസ് അവിടെ പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമ്മുടെ ഈ കടപ്പുറം ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ആസ്തമാറ്റിക് പേഷ്യൻസ് ഉള്ളത്. കടപ്പുറം ഏരിയയിലാണ് കൂടുതലായിട്ടുള്ളത്. അതേസമയം തന്നെ ഈ കിഴക്കൻ ഏരിയ, മലനാട് ഏരിയയിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ പിന്നെ തൈറോയിഡ് സംബന്ധമായ രോഗികളാണ് ധാരാളം കൂടുതലുള്ളത്. അത് അങ്ങനെ ചില പോക്കറ്റുകളിൽ ഇപ്പൊ ഈ കൊല്ലം ഏരിയയില് ക്യാൻസർ പേഷ്യൻസ് കൂടുതലാണ്. കുട്ടനാടില് ഈ അടുത്ത കാലത്ത് ക്യാൻസർ പേഷ്യൻസ് ധാരാളം. അപ്പൊ അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സും കൂടെ നിങ്ങൾ എടുത്ത് അവിടെ നമുക്ക് അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീമിനെ ഉണ്ടാക്കണം. എന്നിട്ട് അതിന്റെ റിസർച്ച് ഫൈൻഡിങ്സ് നമുക്ക് പബ്ലിഷ് ചെയ്യണം. അത് നിർദ്ദേശമാണ്. നമുക്ക് പ്രോഗ്രാം അതിന്റെ സമയമായി. നമുക്ക് ഡോക്ടർ ഷൈല ക്ഷണിക്കുന്നു. നന്ദി പറയാൻ ഡോക്ടർ ഷൈല ക്ഷണിക്കുന്നു. ഡോക്ടർ ഷൈല. മനോജ്, എന്നെ നന്ദി പറയാൻ ക്ഷണിച്ചതിൽ മോഡറേറ്റ് ചെയ്യാനായിട്ട് ഷൈജ ഡോക്ടറെ വിളിച്ചത് എന്റെ കറണ്ട് പോയി, അങ്ങനെ ഞാൻ ഔട്ടായിപ്പോയി. എന്തായാലും പിന്നെ ഇപ്പോഴാണ് ഇവിടെ വീട്ടിൽ കറണ്ട് വന്നത്. എന്തായാലും ഷൈജ ഡോക്ടറെ കുറെ നാളിന് ശേഷം കണ്ടതിൽ വളരെ സന്തോഷം. ഡോക്ടർ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞതെന്ന് അത്ര വിശദമായിട്ട് കേട്ടില്ല. എന്തായാലും ഈ ആയുഷ് വെൽനസ് സെന്ററുകൾ വരുമെന്നും അവിടെ CHOമാരായി അവിടുത്തെ ഡോക്ടർമാർ മാറുമെന്നും അവരെ അസിസ്റ്റ് ചെയ്യാൻ ആശാവർക്കർമാരെ പോസ്റ്റ് ചെയ്യുമെന്നും എല്ലാവർക്കും ഒരു കമ്പ്യൂട്ടർ കൊടുക്കുമെന്നും ഒക്കെ ഡോക്ടർ അന്ന് പറഞ്ഞ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കുറച്ച് വൈകിയാണെങ്കിലും ഇപ്പൊ ഇതൊക്കെ നടപ്പിലാവുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വളരെ എല്ലായിടത്തും നമ്മൾ ലാപ്ടോപ്പ് കൊടുത്തു, ആശാ വർക്കേഴ്സ് നമ്മൾ ട്രെയിൻ ചെയ്ത് അവരെ ഇത് ചെയ്തിട്ടുണ്ട്, ഇൻസെന്റീവ്സ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മളിപ്പം ആദ്യത്തെ ഗഡു ഇൻസെന്റീവ് കേരളം മൊത്തം എല്ലാ ആശാസനും നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഈ മാസം 10-നകത്ത് തന്നെ. അപ്പൊ എല്ലാം നമ്മൾ ആക്റ്റീവായിട്ട് നടക്കുകയാണ് മേഡം. നടക്കുന്നുണ്ട്. വളരെ സന്തോഷം. ഇതെല്ലാം അങ്ങനെ നടക്കുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. നമ്മളെ സ്ഥാപനങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെടട്ടെ. അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഇതിനു വേണ്ടി അത്യധ്വാനം നടത്തുന്ന ഷൈജ ഡോക്ടറെ പോലെയുള്ള എല്ലാ ആയുഷിന്റെ പ്രവർത്തകർക്കും, അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിൽ അത് വന്ന് അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ആയുഷ് മിഷന്റെ പ്രവർത്തനങ്ങളെന്ന് വിശദീകരിച്ച ഷൈജ ഡോക്ടർക്ക് IFPHന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. വളരെ സന്തോഷം.
എന്നെ ഈ ഒരു ഓക്കെ. പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ച മനോജ് സാറിനും ശൈല മേഡത്തിനും എല്ലാവർക്കും ഇത്രയും നേരം നമ്മുടെ ആയുഷ് മിഷന്റെ കാര്യങ്ങൾ കേട്ടിരുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ എന്തായാലും വളരെ നന്ദി. നല്ല പ്രോഗ്രാം. അതായത് 21, 22, 27 കോടി ആയിരുന്നത് 24, 25 ആയപ്പോ 350 കോടിയായി. താമസിയാതെ 1000 കോടിയിലെത്തട്ടെ. അത് 10,000 ആകട്ടെ ആശംസിക്കുന്നു. വളരെ നന്ദി. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കലും നന്ദി പറഞ്ഞുകൊണ്ട് സുഖനിദ്ര, ശുഭനിദ്ര. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് എവരിവൺ.